Good afternoon. Start ചെയ്യാം. ഓക്കെ, പഠിച്ചോ എല്ലാവരും? നല്ല കാര്യം. ഓക്കെ, ഇന്നത്തെ ടോപ്പിക് ഏതാ? എമർജിംഗ് ടെക്നോളജീസ്. ഓക്കെ, കുറച്ച് സർപ്രൈസൊക്കെ ഉണ്ടാവും, അത് നോക്കിയാൽ മതി. ഓക്കെ, തുടങ്ങാം. എല്ലാവരും എത്തിയോ? ഇനി ആരെങ്കിലും വരാനുണ്ടോ? ഇല്ല. ഓക്കെ, വിൽ സ്റ്റാർട്ട്. Okay, see, science and tech, especially emerging tech, there will be questions that you may not have heard about, അല്ലെങ്കിൽ ഭയങ്കര സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ whenever something specific is asked, suppose you don't know about it, try to write about the general concept that you know. Okay, അതൊരു ജനറൽ കോൺസെപ്റ്റായിട്ട് റിലേറ്റഡ് ആയിരിക്കും, അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതാൻ നോക്കുക, എഴുതാതിരിക്കരുത്. ട്രൈ ടു ഫിൽ ദ 2-3 pages. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ ചലഞ്ചസ് അങ്ങനെ എഴുതാൻ നോക്കാം. ക്ലിയർ? ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാർട്ടിങ്.
Were you able to write that question? Fill the pages. Okay, those of you who are online as well, see the questions that are coming, Adilum, there will be certain questions which for which you may not have content. Appo, I want you guys to write it. Okay, write as much as you can. Maximum broad idea noko. So why I am saying this, because UPSC will definitely give you questions for which you will have no content. Okay, എല്ലാ പേപ്പറിലും ഒന്നോ രണ്ടോ ചിലപ്പോൾ മൂന്നോ നാലോ ക്വസ്റ്റ്യൻ വരെ ഉണ്ടാവാം. 2021 UPSC Mains, all the questions from Science and Tech were questions for which you wouldn't have even heard about. Like, you wouldn't have prepared for that. Okay. That is one major challenge. So write these questions. We'll discuss how to addressing the questions. Even when you don't know the content, how to make the examiner believe that you know it. Okay. And fetch you at least 3 marks for a 10 marker. We'll discuss that. Okay. So do write. Only if you write will you be able to connect with what I'm saying. All right. Shall we go? All right. Start.
ഓക്കെ, ഡൺ. എല്ലാം എഴുതാൻ പറ്റിയോ? ഓക്കെ. ടൈം കുറച്ച് കൂടുതലാണോ? അല്ല, നിങ്ങൾ ഏറ്റവും മിനിമം എഴുതിയേക്കുന്നത് എത്ര മിനിറ്റാണ്? 11 എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. 11 minutes 30 seconds. ഇല്ല, 12 ആണ്. 12 എഴുതിയിട്ടുണ്ടോ? കേട്ടില്ല. 11:30 ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എഴുതാൻ പറ്റിയിരുന്നോ? കുഴപ്പമില്ല, അങ്ങനെയാണോ? ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് കൂടുതലായിട്ട് തോന്നിയില്ല? ഇല്ല, എനിക്ക് തോന്നിയതായിരിക്കും. കണ്ടന്റ് ഇല്ലാത്തതിൻ്റെ ഉണ്ടാവും. യെസ്, ഓരോ സബ്ജക്റ്റിനും വരുമ്പോൾ അത് അഡ്ജസ്റ്റ് ആയി വരണമല്ലോ. ഓക്കെ. എനിവേ, എന്ത് തോന്നി എഴുതിയിട്ട്? ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടുത്തെ ടെസ്റ്റ് സീരീസിന് ഇട്ടിരുന്ന ക്വസ്റ്റ്യൻ ആണ്, PYQ അല്ല. ബട്ട് ഇതേ മോഡലിൽ UPSC ചോദിക്കാറുണ്ട്. പിന്നെ യെസ്, ദിസ് വാസ് ഐ തിങ്ക് 2024 ക്വസ്റ്റ്യൻ UPSCയുടെ. ഓക്കെ. ഇത് നമ്മൾ എക്സാം ഹാളിൽ ഇരുന്നിട്ട് ഇന്നോവേറ്റ് ചെയ്ത് ഉണ്ടാക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്ത് ന്യൂസിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവർ ചോദിച്ചത്. ബട്ട് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടായിരുന്നു? കേട്ടില്ല. ഓക്കെ ആയിരുന്നു, എഴുതാൻ പറ്റി. ഓക്കെ. ബാക്കി രണ്ടും എനിക്കൊന്നും വലിയ കുഴപ്പമുണ്ടായിട്ടുണ്ടാവില്ല. തള്ളാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സെമികണ്ടക്ടർ മിഷൻ്റെ സേലിയൻ ഫീച്ചേഴ്സ് ചോദിച്ചത് ചിലപ്പോൾ കുറച്ച് തള്ളേണ്ടി വന്നേക്കാം. ഡയറക്റ്റ്ലി അറിയാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. ഓക്കെ. കമ്പൈലേഷനൊക്കെ അരച്ച് കലക്കി കുടിച്ചവർക്ക് ചിലപ്പോൾ എഴുതാൻ പറ്റിയിട്ടുണ്ടാവും, എനിക്കറിയില്ല. അത് ഇവിടുത്തെ ഒരു എക്സ്പെക്റ്റേഷൻ അല്ല കേട്ടോ. അതുകൊണ്ട് ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് എക്സ്പെക്റ്റേഷൻ. ഓക്കെ. സോ ബിഫോർ ഗോയിങ് ഇൻ ടു ദ ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ഇപ്പോൾ എത്രയായി? 65 days ആയി അല്ലേ? 65th day ആണെന്ന്. ഇതിലെനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ് കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പോൾ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് യു ഹാവ് ബീൻ റൈറ്റിംഗ് കൺസിസ്റ്റൻ്റ്ലി ഫോർ ദ പാസ്റ്റ് 65 days. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ചേഞ്ച് തോന്നിയത് ഫ്രം ദ ഫസ്റ്റ് ഡേ ടിൽ ദിസ് 65th day? ഓക്കെ. ആ, റൈറ്റ്. ആദ്യമൊക്കെ അനാവശ്യമായിട്ട് എഴുതുന്നുണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ കറക്റ്റ് ഹിറ്റ് ചെയ്യാതെ. പിന്നെ ആൻസറിൻ്റെ ക്വാളിറ്റി, അപ്പോൾ ഇത് ക്വാളിറ്റീൻ്റെ ഒരു എലിമെൻ്റ് ആണ്. വേറെന്താ തോന്നിയത്? ഒന്നും തോന്നിയില്ലേ? നിങ്ങൾ അതുപോലെ തന്നെയാണോ ഇപ്പോഴും എഴുതുന്നത്? അങ്ങനെയാണെങ്കിൽ കാര്യമില്ല കേട്ടോ. യു ഹാവ് ടു ലുക്ക് ഇൻ ടു വാട്ട് യു ആർ ഡൂയിങ്. എല്ലാം ഒന്നും അല്ല കേട്ടോ. ചിലപ്പോൾ ഇപ്പോൾ ഇന്ന് എഴുതിയത് ചിലപ്പോൾ ആദ്യം എഴുതിയതിനെക്കാട്ടും മോശമൊക്കെ ആയിരിക്കും. ഇത് കണക്കാക്കണ്ട. ബട്ട് എന്നാലും യു വുഡ് ഹാവ് ഫെൽറ്റ് സം ഇംപ്രൂവ്മെൻറ്റ്, റൈറ്റ്? വാട്ട് ഈസ് ഇറ്റ്? ആരൊന്നും പറയുന്നില്ല. ഓൺലൈനും ഭയങ്കര സൈലൻ്റ് ആണല്ലോ. എഴുതിയതിൻ്റെ ആഘാതമാണോ? ഓക്കെ. വാട്ട് ആർ ദ ഡിഫിക്കൽട്ടീസ് യു സ്റ്റിൽ ഫേസിങ്? ഐ തോട്ട് ഐ വിൽ ഡിസ്കസ്. കാരണം ഇന്നിപ്പോൾ സയൻസ് ആൻഡ് ടെക്കാണ്, കുറേ കണ്ടൻറ്റ് മാത്രമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഐ വിൽ ഓൾസോ ഡിസ്കസ് ഹൗ ടു തള്ള്. സോ അതിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ എന്താണ് എഴുതുന്നതെന്നും കൂടെ അറിയണമല്ലോ. എന്താണ് നിങ്ങൾ ടൈം ഇപ്പോഴും എഴുതി എത്താനുള്ള ടൈം? ഓക്കെ, അതൊരു വാലിഡ് ആയിട്ടുള്ളൊരു ഇതാണ്. കാരണം എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി കണ്ടൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ചിന്തിക്കും. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കുറച്ച് ലോങ് ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചിരുന്നു പോകും. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ 4 പാർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ ഇരുന്നു പോകും. ദാറ്റ് മൈറ്റ് ബി എ പ്രോബ്ലം. അപ്പോൾ അതെങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് നോക്കാം. പിന്നെ യെസ്, അത് നിങ്ങൾ PYQs എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. UPSC അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഇടുന്നത്. ഒരു ലൈൻ ഉണ്ടാവുള്ളൂ ക്വസ്റ്റ്യൻ, അത് 15 മാർക്കിനായിരിക്കും. 4-5 പോയിൻ്റ് ഉണ്ടാവും, അത് ഒരു 10 മാർക്കറായിരിക്കും. അപ്പോൾ അത് അവിടെയാണ് ഈ സ്ട്രക്ചറിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഒരു ലൈനിൻ്റെ സംഭവം നമ്മൾ എങ്ങനെ പല സബ് ഹെഡിങ്സ് കൊണ്ടെന്ന് അതിനെ എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ളതാണ്
അതെ, ഇപ്പോൾ 15 മാർക്കറിൽ ആക്ച്വലി നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തരുകയാണ്. ഇപ്പോൾ ഒരു ചെറിയ സാധനം നമുക്ക് ഒരുപാട് എഴുതാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം UPSC ഈസ് എക്സ്പെക്ടിങ് യു ടു എലാബറേറ്റ് ആൻഡ് ഇന്നോവേറ്റ് അവിടെ. ഓക്കെ, അപ്പോൾ യു റൈറ്റ് അബൌട്ട് ദി ഇമ്പാക്ട്സ്, യു ക്യാൻ ബ്രിങ് ഇൻ സബ് ഹെഡിങ്സ്, റൈറ്റ്. അതേസമയം ഒരു 10 മാർക്കറിൽ നിങ്ങൾക്ക് കൂടുതൽ സബ്സെക്ഷൻ തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം UPSC ഈസ് ബീങ് കൈൻഡ് ടു യു ബൈ ടെല്ലിങ് യു ദാറ്റ് you need to write only few points for one subheading, അല്ലെങ്കിൽ you need to, and UPSC is telling you that this is exactly what you have to write. Instead, if it is giving you one question and you are asked to comment on it, you have to bring from your memory, right? ഇതാകുമ്പോൾ ഇങ്ങനെ പോയിന്റ് ചെയ്ത് പറയുന്നുണ്ട് ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സെൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അത് സമയമെടുക്കും. നിങ്ങൾ എഴുതി ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ അത് വരും. പിന്നെ വേറെന്താ, ഇൻ ടേംസ് ഓഫ് കണ്ടന്റ് എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയോ? ഇൻ ടേംസ് ഓഫ് ബ്രിങ്ങിങ് ദ കണ്ടന്റ് ഇൻ ടു യുവർ ആൻസേഴ്സ്, എനി ഇംപ്രൂവ്മെൻറ്റ്? നിങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കുന്നതാ ഞാൻ അടുത്ത ആൻസർ പറയുന്നതാണോ? ഇല്ല, ഞാൻ നിങ്ങളുടെ ആൻസർ കിട്ടാൻ വേണ്ടിയാണ് നോക്കുന്നത്. വാട്ട് ആർ യു ഫീലിംഗ്? ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഐ വോണ്ട് യു, ഇവിടേക്ക് ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് വന്നു. സ്ട്രക്ചർ ആവുന്നുണ്ട്. ഓക്കെ, കംപ്ലീഷൻ ഇഷ്യൂ ആണ്. കംപ്ലീഷൻ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്യൂ ഉണ്ടാവും. കോൺഫിഡൻസ് വന്നു. യെസ്, കോൺഫിഡൻസ് വന്നോ എഴുതാൻ? അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. വരാത്തവർ ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല ഇന്നിവിടെ. ഓക്കെ, കോൺഫിഡൻസ് ടു അറ്റംപ്റ്റ്. ഓക്കെ, ഈവൻ കണ്ടന്റ് ഇല്ലെങ്കിലും പോയിന്റ്സ് ആർ കമ്മിങ്. യെസ്, ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാക്കാൻ പഠിച്ചു, പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ ഏകദേശം എല്ലാവരുടെയും positives and negatives might be similar. You might have gained some confidence to write. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇവിടെ ഇരുന്ന് എഴുതുന്നത്. പിന്നെ മേ ബി യു ആർ ബെറ്റർ അറ്റ് കംപ്ലീഷൻ. അത് തോന്നിയിട്ടുണ്ടോ? അതായത് പണ്ടത്തെക്കാട്ടും ഫാസ്റ്റ് ആയില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, 12 minutes 45 seconds ചിലപ്പോൾ നിങ്ങൾക്ക് എത്തുന്നുണ്ടാവില്ലായിരിക്കും, ബട്ട് വിത്ത് ടൈം യു വിൽ കം ടു ദാറ്റ് പോയിൻറ്റ്. അപ്പോൾ ട്രൈ ടു ഐഡൻറ്റിഫൈ എക്സാക്ട്ലി വേർ യുവർ ടൈം ഇസ് ഗോയിങ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും ഇൻട്രോ ഒരു പോയിൻ്റ് ആയിരിക്കും. ഇതിനെന്ത് ഇൻട്രോ എഴുതും എന്ന് ചിന്തിച്ച് സമയം പോകുന്നുണ്ടാവാം. ഓക്കെ, അത് ഒഴിവാക്കണം നമ്മൾ. കാരണം ഇൻട്രോന് നമുക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺ ഇസ് വെരി ലെസ്, മേ ബി ഹാഫ് മാർക്സ് ഓർ മാക്സിമം 1 mark. അപ്പോൾ ആ 1 markന് വേണ്ടി, 1 mark ഇമ്പോർട്ടൻ്റ് ആണ്, അല്ല എന്നല്ല, പക്ഷെ അതിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ കളയാൻ പോകുന്ന 1 minute ആയിരിക്കും. അത് ഇസ് നോട്ട് ഫീസിബിൾ എന്ന്. ഓക്കെ, അപ്പോൾ മാത്രമല്ല നമ്മൾ ഒരുപാട് സമയം ചിലപ്പോൾ ഇൻട്രോന് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴേക്കും പിന്നെ സ്റ്റക്കാവും. അതേസമയം നിങ്ങൾ ഇൻട്രോ ഒന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്ത് എഴുതാൻ തുടങ്ങിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതി പോകാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളിപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ സമയം എടുത്താണ് എഴുതിയെന്നുണ്ടെങ്കിൽ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഒക്കെ നിങ്ങൾക്ക് സമയം എടുക്കും. അതേസമയം നിങ്ങൾ തുടക്കമേ ഒറ്റയടിക്ക് എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചിന്തിക്കേണ്ടി വന്നാലും നിങ്ങൾക്ക് ആ ഫ്ലോ വരും. യുവർ ബ്രെയിൻ ഇസ് അഡാപ്റ്റിംഗ് ടു ദാറ്റ് സ്പീഡ്. അതുകൊണ്ടാണ് നിങ്ങൾ ഓൾറെഡി ഒരു സ്പീഡിലേക്ക് അഡാപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതുപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇഫ് യു ഗെറ്റ് എ ഗുഡ് സ്റ്റാർട്ട്, ദെൻ ആ മൊമെൻറ്റം ബിൽഡായി അങ്ങനെ പൊക്കോളും. ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് ടു completion, what I want you guys to do is just evaluate where, try to understand where exactly your time is going. Okay, അതിലൊരു സംഭവം ഇൻട്രോ ആണ്. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഇൻട്രോസ്. ഓക്കെ, അത് ഒരു ഏരിയ, പ്രീ ഡിറ്റർമിൻഡ് ഇൻട്രോസ്. അനദർ ഏരിയ ഈസ് യു ക്യാൻ ഡിസൈഡ് ദാറ്റ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്കിന്, ഇപ്പോൾ സൊസൈറ്റി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ എല്ലാ ടോപ്പിക്കിനും ഒരു ഡെഫിനിഷൻ ഉണ്ട്. അപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ അതിൽ റൈറ്റ് എ ഡെഫിനിഷൻ. അല്ലെങ്കിൽ എല്ലാ ടോപ്പിക്കിനും ചിലപ്പോൾ ഒരു ഡേറ്റ അസോസിയേറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡേറ്റ അല്ലെങ്കിൽ കോട്ട് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ അനുസരിച്ച് അത് പ്ലേസ് ചെയ്യുക. ആൻഡ് ദിസ് ഡേറ്റ നീഡ് നോട്ട് ബി വെരി സ്പെസിഫിക്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു സൂയിസൈഡിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അത് നമ്മൾ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യില്ല അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. സോ പ്രിപ്പയറിംഗ് ഫോർ എവറി മൈക്രോ ടോപ്പിക് ഇസ് നോട്ട് ഫീസിബിൾ. വെൻ യു പ്രിപ്പയറിംഗ്, prepare if you can, but then recalling all of this may not help. അപ്പോൾ നിങ്ങൾ ബ്രോഡായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ വിമൻ്റെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഞാൻ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൻ്റെ റാങ്കിങ് എഴുതും, അങ്ങനെ ഒരു ഐഡിയ നിങ്ങൾ കീപ്പ് ചെയ്യുക. ദാറ്റ് വിൽ ഹെൽപ്പ് യു റൈറ്റ് സം ഇൻട്രോ ഇഫ് യു ഡോണ്ട് ഗെറ്റ് എ സ്പെസിഫിക് വൺ. ഓക്കെ, അപ്പോൾ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ജനറൽ ഇൻട്രോ വിൽ ഹെൽപ്പ്.
ഓക്കെ, പിന്നെ ഇപ്പോൾ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എക്കോണമിയിൽ GDP ഇൻഫ്ലേഷൻ അങ്ങനത്തെ ഇത് വരുമ്പോൾ GDP ഡാറ്റ ഇൻഫ്ലേഷൻ ഡാറ്റ എന്തായാലും പഠിച്ചു വയ്ക്കുക. ദിസ് ഇസ് ഡെഫിനറ്റ്ലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. അതിൻ്റെ എന്തെങ്കിലും ഒരു ഡേറ്റ എന്തെങ്കിലും അറിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ PLFSൻ്റെ ലേറ്റസ്റ്റ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എത്രയാണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ എല്ലാ ടോപ്പിക്കിനും ബ്രോഡായിട്ട് ഒരു ഇൻട്രോ ഐഡൻറ്റിഫൈ ചെയ്യുക, സോ ദാറ്റ് യു ക്യാൻ അത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ എഴുതുന്നു. എഴുതിയതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റിൻ്റെ ടോപ്പിക് എന്താണെന്ന് അഡ്രസ്സ് ചെയ്യുന്നു, ലിങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് അത് അഡ്രസ്സ് ചെയ്ത് സബ് ഹെഡിങ്സിലേക്ക് പോകുന്നു. സോ യു വിൽ നോട്ട് ടേക്ക് എ ലോട്ട് ഓഫ് ടൈം ടു ഗിവ് എ വെരി ഗുഡ് ഇൻട്രോ. ഓൾറെഡി യു ഹാവ് പ്രിപ്പയർഡ്. ഇത് കിട്ടിയോ? ഗോട്ട് ദാറ്റ്? നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. യു മൈറ്റ് ഓൾറെഡി ബി ഡൂയിങ് ദിസ്. ഇഫ് നോട്ട്, അത് ചെയ്യാം. ഇപ്പോൾ സയൻസ് ആൻഡ് ടെക്കിൻ്റെ കേസിലാണെങ്കിൽ AI ഇസ് എ പോസിബിൾ ടോപ്പിക്. ബാക്കി വന്നതൊന്നും അത്ര നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് അല്ല. അപ്പോൾ AIന് നിങ്ങളൊരു കോട്ട്, കാരണം AI ഭയങ്കര അൺസർട്ടൺ ആയിട്ടൊരു സാധനമാണ്, നമുക്ക് എന്താണെന്നോ ഡിഫൈൻ ചെയ്യാനൊന്നും അറിയില്ല. അപ്പോൾ അതിന് ചിലപ്പോൾ ഒരു കോട്ട് ഉണ്ടാവാം. അപ്പോൾ എന്തെങ്കിലും ആ കൊട്ടേഷനോ എന്തെങ്കിലും നിങ്ങൾ എഴുതിയിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസറിലേക്ക് വരാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേൾഡ് ബാങ്കിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻറ്റിറ്റിയുടെ ഒരു റിപ്പോർട്ട് വല്ലതും അത് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കോട്ട് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഒരു ഏരിയ ആണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ക്ലൈമറ്റ് ചേഞ്ച്, അങ്ങനെ കോമൺ ആയിട്ടൊരു ഏരിയ. അതിന് നിങ്ങൾക്ക് ഡേറ്റ ഒന്നും കിട്ടിയില്ലെങ്കിലും IPCC 6th അസസ്മെൻറ്റ് റിപ്പോർട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കി എഴുതിയാലും കറക്റ്റ് ആയിരിക്കും, കാരണം അവർ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ സം സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ഓർ സം സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ വിച്ച് ഹാസ് സെഡ് സംതിങ്. ഓക്കെ, അപ്പോൾ അതാണ് പ്രീ ഡിറ്റർമിൻ ഇൻട്രോൻ്റെ ഒരു സംഭവം, ഒരു ആസ്പെക്ട്. ദറ്റ് ഇസ് ജനറൽ. അനദർ ആസ്പെക്ട് ഇസ് ദാറ്റ് ഓഫ് പ്രീ ഡിറ്റർമിൻഡ് നോട്ട്സ്. ഇപ്പോൾ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? യു പ്രിപ്പയറിങ് യുവർ ഓൺ നോട്ട്സ് ഓർ ആർ യു ലൈക്ക് യൂസിങ് റെഡിമെയ്ഡ് നോട്ട്സ്? പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഫോർമാറ്റിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇൻട്രോ, ബോഡി, കൺക്ലൂഷൻ, അങ്ങനെയാണോ? അപ്പോൾ അതിന് ഇൻട്രോ കൊടുക്കില്ലേ ആദ്യം? ഡെഫിനിഷൻ അല്ല, എന്നുവെച്ചാൽ എന്ത് ടോപ്പിക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും അതിനൊരു ആൻസർ കീ ഫോർമാറ്റിൽ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. സോ ഇഫ് എ ക്വസ്റ്റ്യൻ ഡയറക്ട്ലി കംസ് ഫ്രം ദാറ്റ് ടോപ്പിക്, യു ഓൾറെഡി ഹാവ് എൻ ഇൻട്രോ, യു ഓൾറെഡി ഹാവ് basic points that you need, keywords that you need to give, and you have a conclusion set for that. ഇത് എക്സാം ഹോളിൽ ചെയ്യുന്നതിന് വരെ നമ്മൾ ഇവിടെ ഇരുന്ന് ഓൾറെഡി അതിന് സമയം കൊടുത്ത് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇവിടെ 1 മിനിറ്റ് 2 മിനിറ്റ് എടുത്ത് ഇൻട്രോ ചെയ്തതിന് പകരം നിങ്ങൾ ഓൾറെഡി നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ചെയ്തു വെച്ചു. എന്നിട്ട് ഇത് നിങ്ങൾ റിവൈസ് ചെയ്യും, എക്സാമിന് മുന്നേ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സ്പെസിഫിക് ആയിട്ടുള്ള ഇൻട്രോ ഒക്കെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അവിടെ യു ഹാവ് എ മച്ച് ബെറ്റർ ഇൻട്രോ. നേരത്തെ ആ സൂയിസൈഡിൻ്റെ ക്വസ്റ്റ്യൻ അതിനൊരു എക്സാമ്പിളായിരുന്നു. വൈ യങ് വിമൻ സൂയിസൈഡ്, ആ സംഭവം. അപ്പോൾ അതിൽ ആ ഡേറ്റ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ട് നിങ്ങളുടെ നോട്ട്സിൽ നിന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇൻട്രോയിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളത് ഓർക്കും. ഐ മീൻ റിവൈസ് ചെയ്യണം, റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങളത് ഓർക്കും, അപ്പോൾ നിങ്ങളത് ഇൻട്രോയിൽ കൊണ്ടുവരും. അപ്പോൾ യു വിൽ ഫീൽ ഹൗ നോട്ട്സ് ആർ ഗെറ്റിംഗ് ബെനിഫിഷ്യൽ ഫോർ യു. നിങ്ങൾ നോട്ട് ഉണ്ടാക്കി അതേ സാധനം UPSC ക്വസ്റ്റ്യൻ ചോദിച്ചു. എനിക്ക് 24 അങ്ങനെ GS3 ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതായത് ഞാൻ 23 മെയിൻസിന് പ്രിപ്പയർ ചെയ്ത ഒരുപാട് ടോപ്പിക്സിൻ്റെ നോട്ട്സ് അതേപോലെ UPSC ക്വസ്റ്റ്യൻ ചോദിച്ചു, ഒരു 3 ക്വസ്റ്റ്യൻ എക്കോണമിയിൽ. അപ്പോൾ എനിക്ക് ഇൻട്രോ, എനിക്ക് ബോഡി, കൺക്ലൂഷൻ എല്ലാം, ഈവൻ സ്പെസിഫിക് നേരത്തെ മറ്റേ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സെമികണ്ടക്ടർ മിഷൻ ചോദിച്ചില്ലേ, അതുപോലെ ഇത്തവണ GS3 വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മറ്റേ നാഷണലി ഡിറ്റർമിൻ കോൺട്രിബ്യൂഷൻസ്, പഞ്ചാമത്തെ ഗോൾസ് എന്തൊക്കെയാണ്, നാഷണലി ഡിറ്റർമിൻ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, പിന്നെ അതെങ്ങനെ മാറി, ഇപ്പോൾ എന്ത് പുതിയ NDCs ആണ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട്. ഇതേപോലെ ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു. ഇതേപോലെ UPSC ക്വസ്റ്റ്യൻ ചോദിച്ചു. സോ ഐ കുഡ് ജസ്റ്റ് റൈറ്റ് വാട്ട് എവർ ഐ ഹാഡ് റിട്ടൺ. ഞാൻ അത് റിവൈസ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ എടുത്തു വെച്ചത് മാത്രമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ചില സാധനങ്ങൾ നിങ്ങൾക്ക് വരും. ഐ ക്യാൻ ഗ്യാരണ്ടി യു ദാറ്റ് UPSC വിൽ സംവെയർ ആസ്ക് സം ക്വസ്റ്റ്യൻ ദാറ്റ് യു പ്രിപ്പയർഡ് ആസ് എ നോട്ട് ആൻഡ് ദെൻ യു വിൽ ബി ഏബിൾ ടു റൈറ്റ്. അപ്പോൾ ഇൻട്രോ മാത്രമല്ല, മൊത്തം സാധനം നമുക്ക് കിട്ടും. ഗോട്ട് ദാറ്റ്? ഓക്കെ, അപ്പോൾ ഇതാണ് വേറൊരു സംഭവം. ഇനി ഇൻട്രോ അല്ലാതെ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി വരാൻ പോകുന്നത് ബോഡി സ്ട്രക്ചറിങ്ങിലായിരിക്കും. എനിക്ക് തോന്നുന്നു അതിപ്പോൾ ഏറെക്കുറെ നിങ്ങൾ അഡ്രസ്സായി വരുന്നുണ്ടാവും. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്കത് ബെറ്ററായി വരുന്നുണ്ടാവും. ഇഫ് സ്റ്റിൽ യു ആർ ഫേസിങ് ദാറ്റ് ഡിഫിക്കൽട്ടി, ഐ തിങ്ക് വിത്ത് റൈറ്റിംഗ് ഇറ്റ് വിൽ ഇംപ്രൂവ്, ബട്ട് ഇറ്റ് വിൽ നോട്ട് ഇംപ്രൂവ് ഓൺ ഇറ്റ്സ് ഓൺ. യു വിൽ ഹാവ് ടു ഇവാലുവേറ്റ്. നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് ഇവാലുവേറ്റ് ചെയ്യണം. സ്ട്രക്ചർ കറക്റ്റ് ആയിട്ടാണോ ചെയ്തേക്കുന്നത്, വേർഡ് ബഡ്ജറ്റിംഗ് കറക്റ്റ് ആണോ,
അല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ വന്നില്ല, ഹൗ ക്യാൻ ഐ ഇംപ്രൂവ്, ഈ ഒരു തോട്ട് പ്രോസസ്സ് എപ്പോഴും പോകണം, എന്നാൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അത് അങ്ങനെ നടക്കും. സിൻസ് ലൈക്ക് വൈൽ വി ആർ ഡൂയിങ് ദിസ് പ്രോസസ്, ബൈ ദി എൻഡ് ഓഫ് ദിസ് ഹോൾ ഫൈറ്റ് ക്ലബ് യു വിൽ ബി സെറ്റ്. ആ കാര്യത്തിൽ നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആ തോട്ട് പ്രോസസ് നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ഭാവിയിലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ സാധനങ്ങളൊക്കെ നിങ്ങളുടെ തലയിൽ വരും. ഓക്കെ, സോ സ്ട്രക്ചറിങ് ഐ തിങ്ക് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഇംപ്രൂവ്ഡ്, just make sure that you are evaluating your own papers. With time it will get better. ഇനി ഒരു ഏരിയ വേർ ഇൻ ബോഡി യു മൈറ്റ് ബി ഫേസിങ് ട്രബിൾ ഇസ്, നിങ്ങളൊരു പോയിന്റ് എഴുതി കഴിഞ്ഞിട്ട് എക്സാമ്പിൾ ആലോചിക്കാൻ വേണ്ടി കുറച്ച് സമയം കഴിഞ്ഞ് എക്സാമ്പിൾ എഴുതി കഴിയുമ്പോൾ അടുത്ത പോയിന്റ് മറന്നു പോകും, നിങ്ങൾ സ്റ്റക്കാവും. സ്റ്റക്കായിട്ടൊരു കുറച്ച് നേരം അങ്ങ് പോകും, ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡ് ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ ഇരിക്കും. അങ്ങനെ വന്നിട്ടുണ്ടോ? അതൊരു വലിയൊരു പ്രോബ്ലമാണ്. അത് എങ്ങനെ മാറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല, എനിക്കിപ്പോഴും വരാറുണ്ട്. സോ അത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ലൈക്ക് കുറേയൊക്കെ ഫറ്റീഗ. ഇപ്പം നിങ്ങളിപ്പോൾ 4 ക്വസ്റ്റൻ എഴുതുന്നത്, നിങ്ങളൊരു 10 ക്വസ്റ്റൻ 15 ക്വസ്റ്റൻ എഴുതി കഴിഞ്ഞിട്ടാണ് പലപ്പോഴും ഇത് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യുക. കാരണം നമുക്ക് അപ്പോഴേക്കും ബ്രെയിനൊക്കെ ഫ്രൈ ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങളൊരു പോയിന്റ് എഴുതി കഴിഞ്ഞിട്ട് ഇങ്ങനെ കിളിയാവും, കിളിയെ കുറച്ച് കഴിഞ്ഞ് നിങ്ങളിങ്ങനെ ഇരിക്കും. അപ്പോൾ ദാറ്റ് വിൽ ഹാപ്പൻ. അത് പ്രാക്ടീസിലൂടെ വരുത്താൻ പറ്റുള്ളൂ. നിങ്ങൾ ഒരു ക്വസ്റ്റൻ എഴുതുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വരില്ല, 2-3 ക്വസ്റ്റൻ എഴുതി കഴിയുമ്പോഴായിരിക്കും ഈ ഒരു ഫറ്റീഗ് വരുന്നത്. അപ്പോൾ ഫറ്റീഗ് ഓവർകം ചെയ്യാൻ പ്രാക്ടീസ് തന്നെ നടക്കുള്ളൂ, ടു കീപ് പ്രാക്ടീസിങ്. പിന്നെ ഇത് വരുന്നതിൻ്റെ വേറൊരു റീസൺ ഇസ് ദാറ്റ് യു മേ നോട്ട് ഹാവ് സ്പെസിഫിക് കീവേഡ്സ് ഫോർ സർട്ടൻ തിങ്സ്. നിങ്ങൾക്ക് ചിലപ്പോൾ ബേസിക് വേർഡ്സ് ആയിരിക്കും ഓർമ്മ വരുന്നത്. നമ്മൾ ഈ കീവേഡ്സ് എഴുതാനുള്ള പ്രോബ്ലം വരുമ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടത് എഗെയിൻ ത്രൂ റീഡിങ് ദ കീസ് ആൻഡ് ഓൾസോ റീഡിങ് യുവർ ഓൺ ആൻസറാണ്. നമ്മുടെ ആൻസർ എടുത്ത് വെച്ചിട്ട് കീ എടുത്ത് വയ്ക്കുക, എന്നിട്ട് നിങ്ങൾ ആ കീവേഡ് എവിടെയായിരുന്നു യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കമ്പാരിസൺ ചെയ്യുക. അപ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദറ്റ്, ഓ ഇത് ഇവിടെ യൂസ് ചെയ്യുന്നു. എന്നിട്ട് ഈ കീവേഡ് നിങ്ങൾ നിങ്ങളുടെ നോട്ടിലേക്ക് എടുത്ത് വെക്കണം. എടുത്തു വെച്ചാൽ മാത്രം പോരാ, നിങ്ങൾ ഇനി എഴുതുമ്പോൾ യു ഹാവ് ടു ആക്റ്റീവ്ലി ബ്രിങ് ഇറ്റ് ഇൻ ടു യുവർ ആൻസേഴ്സ്. നെക്സ്റ്റ് ടൈം യു റൈറ്റ്, യു ട്രൈ ടു ബ്രിങ് ഇറ്റ് in your answers. Only if you use these keywords multiple times in your answers will it become part of your system. Okay, appo next time you write, these keywords will come. Appo namukku nokkam, actually science and ഒരുപാട് keywords ഉണ്ട്. നമ്മൾ കീ നോക്കുമ്പോൾ you will see it's filled with keywords and your answer may be very generic. Okay, അപ്പോൾ ആ ഡിഫറൻസ് മാറണമെങ്കിൽ നമ്മൾ വെറുതെ കീ പഠിച്ചിട്ട് കാര്യമില്ല. What you have to do is you have to write down these keywords into your notes and then യൂസ് ഇറ്റ് ഇൻ യുവർ ആൻസേഴ്സ് ലേറ്റർ ഓൺ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ 4 ദിവസമാണ് ആൻസർ റൈറ്റിംഗ് ഇതിൻ്റെ ചെയ്തത്. ഇപ്പോൾ ഈ 2 ദിവസം ചെയ്തതെന്ന് ഇനി നാളെ നിങ്ങൾ ഈ കീ ഒന്ന് നോക്കിയിട്ട് വരിക. എന്നിട്ട് എവിടേക്കാണോ അറ്റ്ലീസ്റ്റ് 1-2 അഡീഷണൽ കീവേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. ആൻഡ് യു വിൽ സി ഈ കീവേഡ്സ് നിങ്ങൾക്ക് ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഉപയോഗിക്കാൻ പറ്റും. കാരണം ജനറൽ അഡ്മിനിസ്ട്രേഷൻ, പോളിസി, ലോസ്, അങ്ങനത്തെ ഏരിയാസിലൊക്കെ ഈ കീവേഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു സ്പിൽ ഓവർ എഫക്റ്റ് നിങ്ങൾ കാണും ഇൻ യുവർ ആൻസർ ക്വാളിറ്റി ബിക്കമിങ് മച്ച് ബെറ്റർ. ഈ കീവേഡ്സിൻ്റെ ഗുണം എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കീവേഡ്സിൻ്റെ ഗുണം വരുന്നത് ഇസ് വെൻ യു റൈറ്റ് എ വെരി ജനറിക് ആൻസർ ടു ഫോർ വിച്ച് യു ഡോണ്ട് ഹാവ് എ കോണ്ടന്റ്. ഡെഡിക്കേറ്റഡ് കണ്ടന്റ് ഇല്ലാത്തൊരു ക്വസ്റ്റിന് നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ, നിങ്ങൾ കീവേഡ് വെച്ച് എഴുതുമ്പോൾ യുവർ ആൻസർ വിൽ ലുക്ക് ലൈക്ക് ആസ് ഇഫ് യു നോ ദ കണ്ടന്റ്. ഓക്കെ, അപ്പോൾ ഐ വിൽ ഷോ യു. ഞാൻ ഓരോ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ഞാൻ അതിനെ എങ്ങനെയാണ് നിങ്ങൾ ജനറിക്കലി എങ്ങനെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക, എങ്ങനെയാണ് ആ കീവേഡ് വന്നത് എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ യു വിൽ ബി ഏബിൾ ടു കണക്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം വെൻ യു റൈറ്റ്, ട്രൈ ടു ബ്രിങ് ദാറ്റ്. പിന്നെ കൺക്ലൂഷൻ, പിന്നെ എക്സാമ്പിൾസ് വരുന്നവരുത്തായിരിക്കും വേറൊരു ഏരിയ ഓഫ് ഡൗട്ട് വരുന്നത്. നിങ്ങൾ ചിലപ്പോൾ എക്സാമ്പിൾ ആലോചിച്ച് കുറേ സമയം കളയുമായിരിക്കും. ഓക്കെ, അത് ഇസ് ഓൾസോ എ ലാക്ക് ഓഫ് കണ്ടന്റ്. അപ്പോൾ ഈ എക്സാമ്പിളും ഇതേപോലെയാണ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ മാത്രമേ നിങ്ങൾക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് മെക്കാനിക്കലായിട്ടാണ് നമ്മൾ എക്സാമിന്. അപ്പോൾ നിങ്ങൾക്കത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ പഠിച്ചു വെച്ചൊന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് എഴുതാൻ പറ്റുക. നിങ്ങൾ പെട്ടെന്ന് എന്താണോ തലയിൽ വരുന്നത് അതായിരിക്കും എഴുതാം. നിങ്ങൾ ഒരുപാട് തവണ യൂസ് ചെയ്ത എക്സാമ്പിൾസ് പിന്നെയും നിങ്ങൾ യൂസ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ സയൻസ് ആൻഡ് ഫസ്റ്റ് ഡേ യൂസ് ചെയ്ത എക്സാമ്പിൾസ് ഒക്കെ തന്നെയായിരിക്കും പിന്നെയും പിന്നെ ഇങ്ങനെ ടോപ്പിക് മാറുന്നതുകൊണ്ടുള്ള ഇതുണ്ടാവും. പക്ഷേ യു വിൽ സീ ദറ്റ് എ സിമിലാരിറ്റി ഓഫ് പോയിന്റ്സ് ആൻഡ് എക്സാമ്പിൾസ് റിപ്പീറ്റിംഗ്. ഇത് മാറണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമ്പിൾസ് എഴുതി വെച്ചിട്ട് ആ എക്സാമ്പിൾസ് പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്റ്റീവ്ലി ട്രൈ ചെയ്യണം. ആദ്യത്തെ 2-3 തവണ ഡിഫിക്കൽട്ടി ഉണ്ടാവും, പിന്നെ അത് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഈ ഒരു പ്രോസസ്സാണ്, അതായത് യു ആർ സ്റ്റഡിയിങ്, യു ആർ മേക്കിംഗ് നോട്ട്സ് വിത്ത് എക്സാമ്പിൾസ് ആൻഡ് കീവേഡ്സ് ആൻഡ് ദെൻ യു റൈറ്റ്. ആഫ്റ്റർ റൈറ്റിംഗ്
you add it to your notes and then you write again. ഈ പ്രോസസ്സിലാണ് നിങ്ങളുടെ ആൻസറിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. ഈ ഒറ്റ ലീനിയർ പ്രോസസ്സിൽ നിങ്ങളുടെ ആൻസറിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് കഴിയുമ്പോഴും നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നത്. യു ഹാവിങ് ദ സെയിം പ്രോബ്ലംസ് ദാറ്റ് യു ഹാഡ് ബിഫോർ. തോന്നാറുണ്ടോ? ലൈക്ക് ബേസിക് സംഭവങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാവും, സ്ട്രക്ചറിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ബിക്കോസ് ദാറ്റ് ആപ്ലിക്കേഷൻ ക്യാൻ ബി ഡൺ ഈസിലി. ബട്ട് ബാക്കി കാര്യങ്ങൾ ഒരേപോലെ തന്നെ. ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നില്ല, കണ്ടൻറ് ഇല്ല, നോട്ട്സിലെ സാധനം എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല, എക്സാമ്പിൾസ് ഇല്ല, ഉണ്ടെങ്കിലും അത് കൊണ്ടുവരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നോട്ടിൽ ചോദിച്ചതല്ല എക്സാമിൽ ചോദിക്കുന്നത്. For this to change and your answers to actually improve, you have to keep doing this. Okay? I'll show you how to do that while we're discussing the key, and then try and implement into your answers. And tomorrow when we discuss, ഞാൻ തന്നെ ആയിരിക്കും നാളെയും മറ്റന്നാളും. അപ്പോൾ tomorrow when we discuss, see if you have, when you write the answer, see if you have or you are able to bring that in. Topic is slightly different ആയിരിക്കും, പക്ഷെ എന്നാലും try ചെയ്ത് നോക്കാം. Okay, it will not happen overnight, it will take some time, but we'll give that attempt. Okay, so അതാണ് ആൻസർ റൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ലിമിറ്റഡ് പോയിൻറ്റ്സ് ഉള്ളപ്പോൾ പാരഗ്രാഫിൽ എഴുതാൻ വേണ്ടിയുള്ള മെത്തേഡ് ഡിസ്കസ് ചെയ്യുക. I'll come to that. While creating or writing points, some points felt like blunder maybe after writing. How that is addressed? Okay, I think it's a common sentiment. Blunder ഒക്കെ ഉണ്ടാവും. See, as long as it makes common sense, okay, as long as it's logical, it's okay. ആ ഒരു 3-4 പോയിന്റിൽ ഒരു 5 പോയിന്റ് എഴുതുന്നതിൽ ഒരു 2 പോയിൻ്റൊക്കെ ബ്ലണ്ടറൊക്കെ ആവാം. ഇറ്റ് ഈസ് ഓക്കെ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. ഇഫ് യു ഡോണ്ട് മൈക്രോ മാനേജ് യുവർ ആൻസേഴ്സ്. ഇപ്പോൾ ഒരു ക്വസ്റ്റിനൊക്കെ നിങ്ങൾ കുറച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ലീവേ കൊടുക്കുക. ഓക്കെ, ഐ റോട്ട് 1 ആൻസർ ബ്ലണ്ടറായിട്ട്, അത് കുഴപ്പമില്ല. പിന്നെ ഈ ബ്ലണ്ടർ വരുന്നതിൻ്റെ ഒരു റീസൺ പ്രോബബ്ലി ഈസ് ദാറ്റ് യു ആർ ട്രൈങ് ടു മേക്ക് ഇറ്റ് ഭയങ്കര സൗണ്ട് ഭയങ്കര ഓത്തൻറ്റിക് ആൻഡ് ഒരു അതോറിറ്റേറ്റീവ് ആയിട്ട്, പക്ഷേ ദെൻ യു റൈറ്റ് എ റോങ് തിങ്. അതായത് നിങ്ങൾ ഇതിനെ ഭയങ്കര അടിപൊളിയായിട്ട് എഴുതാൻ നോക്കുമ്പോൾ നിങ്ങൾ ഒരു തെറ്റായ കാര്യം എഴുതി വയ്ക്കാൻ നോക്കും. അത് ചെയ്യാതിരിക്കുക, അത് എക്സാമിനറിന് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ എഴുതുമ്പോൾ ലോജിക്കലായിട്ടുള്ള കാര്യം എഴുതുക. ഈവൺ ഇഫ് ഇറ്റ്സ് എ വെരി പ്ലെയിൻ സെൻറ്റൻസ്, റൈറ്റ് ഇറ്റ് ലോജിക്കലി. അവിടെ നമുക്ക് ബിൽഡ് ചെയ്യാം. ബ്ലണ്ടർ എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കത് ബിൽഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ആ പ്രോസസ്സ് തന്നെ തെറ്റാണ്. സ്റ്റോപ്പ് റൈറ്റിംഗ് റോങ് തിങ്സ്, റൈറ്റ് സംതിങ് ദാറ്റ് ഇസ് ലോജിക്കൽ, ആൻഡ് ദെൻ വിൽ മേക്ക് ഇറ്റ് ബെറ്റർ. പറഞ്ഞാൽ മനസ്സിലായി? ഓക്കെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ നാഷണൽ ബ്രോഡ്ബാൻഡ് മിഷൻ്റെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ എഴുതാണ് ഇത് ബ്ലണ്ടറായിട്ട് എന്താ പറയുക, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തോ ചോദിച്ചിട്ടില്ലേ? എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഞാൻ പറയാം, ഞാനത് എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്കൊരു ബ്ലണ്ടർ എഴുതി നോക്കിയിട്ട് എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യണം നോക്കാം. ഓക്കെ, ഷാൽ വി സ്റ്റാർട്ട്? ഓൾസോ സി വൺ മോർ തിങ്, നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നില്ലേ? നിങ്ങൾ സ്റ്റക്കാവുക, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ തോന്നാതെയൊക്കെ വരും. എനിക്ക് എഴുതണ്ട, എനിക്ക് ഇതിനകത്തുനിന്ന് ഇങ്ങനെ തോന്നും, ഇത് ഒരു ഫീലിംഗ് വരും ഇല്ലേ? അപ്പോൾ നിങ്ങൾ നിർത്തും. ഓക്കെ, പക്ഷെ നിങ്ങൾ ഇത്തരം പേര് ഇവിടെ വന്നിരിക്കുന്നവർ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഇങ്ങനെ ലൈവായിട്ട് എഴുതുന്നവർ നിങ്ങൾ നിർത്തുന്നുണ്ടാവില്ല. ഓക്കെ, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഈ സ്റ്റേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ സ്റ്റേറ്റ് ഓവർകം ചെയ്താലേ നിങ്ങൾക്ക് ആ ഹൈ എത്തുള്ളൂ. ഓക്കെ, അത് പഠിത്തത്തിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. നിങ്ങൾ പഠിക്കുന്ന ആ ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് എത്തുമ്പോൾ യു ആർ നോട്ട് ഏബിൾ ടു ഡു എനിത്തിങ്. നിങ്ങൾക്ക് തീരെ പഠിക്കാൻ തോന്നുന്നില്ല, തീരെ ഒന്നും ചെയ്യാൻ തോന്നാത്തൊരു സ്റ്റേറ്റ് വരും. ആ സ്റ്റേറ്റിലും നിങ്ങളൊരു ലോ എനർജി കീപ്പ് ചെയ്യുക. നിങ്ങൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ഒന്നും വെക്കാതെ നിങ്ങൾ ബെയർ മിനിമം ചെയ്തങ്ങ് മുന്നോട്ട് പോവുക. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരും. ഓക്കെ, ഇപ്പോൾ ഐ മീൻ യു ആർ ഗെറ്റിംഗ് ഒരു ഭയങ്കര അടിപൊളി ഓപ്പർച്യൂണിറ്റി ടു ഡു ദാറ്റ് ഹിയർ. സോ യു ആർ മേക്കിംഗ് ബെസ്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ദാറ്റ്. കീപ് ഡൂയിങ് ദിസ്. ഓക്കെ, അടുത്ത കൊല്ലം എനിക്ക് ഉറപ്പാണ് കേരളത്തിൽ നിന്നുള്ള UPSC കോമ്പറ്റീഷൻ വേറെ ലെവലായിരിക്കും ബിക്കോസ് ഓഫ് യു ഗൈസ്. അപ്പോൾ ഐ എം ടെല്ലിങ് യു, ലൈക്ക് സീ, എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ചെയ്യാൻ. ഞാൻ ഒരു മെയിൻസ് കഴിഞ്ഞാൽ അടുത്ത മെയിൻസ്, പ്രിലിംസ്, ഇൻ്റർവ്യൂ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നെവർ ഐ ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു കണ്ടിന്യൂസ്ലി റൈറ്റ് ആൻഡ് പ്രാക്ടീസ് ആൻഡ് ഇംപ്രൂവ് ഓർ എനിത്തിങ്. എപ്പോഴും പ്രഷറിലിരുന്നിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ യു ഗൈസ് ആർ ഗെറ്റിംഗ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ഐ എം ഷുവർ യു വിൽ ഇംപ്രൂവ്. ഓക്കെ, സോ കീപ് ഡൂയിങ് ദിസ്. അത് ഞാൻ ഡിസ്കസ് ചെയ്യാം. നോട്ട് ചെയ്ത് വെക്കട്ടെ. ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് റിമൈൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഈ ആൻസർ കീയുടെ കാര്യം ഞാൻ ഇതിൻ്റെ കൂടെ പറയാം. എന്നിട്ട് വിൽ ഡിസ്കസ് ദാറ്റ്. ഷാൽ വി
Start. Okay. So I thought I'll use the answer key and then discuss so that you will also, കാരണം സയൻസ് ആൻഡ് ടെക്കിൽ ഒരുപാട് കണ്ടന്റ് ആണ്, നമ്മൾ വെറുതെ ബ്രേക്ക് ഡൗൺ മാത്രം ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. Okay, so okay, the first question is National Broadband Mission 2 aims to enhance digital inclusion through universal high-speed connectivity. What did you understand from that first sentence? You said something, yes. Digital inclusion. Okay. Through, so there are two aspects to it. There is digital inclusion and then there is universal high-speed connectivity. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് നാഷണൽ ബ്രോഡ്ബാൻഡ് മിഷൻ എന്താണെന്നൊരു ചെറിയ ഐഡിയ കിട്ടി. സോ ഈവൻ ഇഫ് യു ഡിഡ്ന്റ് നോ അബൌട്ട് ഇറ്റ്, you got a basic idea what this mission is, right? Then you are asked to now give the key components. So UPSC തന്നെ നമുക്ക് ആ ഫസ്റ്റ് ലൈനിൽ അതിൻ്റെ കീ കോമ്പണൻസിൻ്റെ ഒരു ബേസിക് ഐഡിയ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നിങ്ങൾ അത് വെച്ചിട്ട് തള്ളുക. അതായിരിക്കും നിങ്ങൾ ചെയ്തത് അല്ലേ? ഇൻട്രൊഡക്ഷൻ എന്താ എഴുതിയേ? അത് റിപ്പീറ്റ് ചെയ്തോ? വാട്ട് ഡിഡ് യു റൈറ്റ്? ആർട്ടിക്കിൾ അതെഴുതാം, ആർട്ടിക്കിൾ 21 എഴുതാം. അപ്പോൾ അവിടെ ഒരു ക്രോസ് പേപ്പർ കണക്ഷൻ വന്നു. ആർട്ടിക്കിൾ 21 എന്ന് പറയുമ്പോൾ GS2 ആണ്, GS3 ആണ്. വേറെന്താ എഴുതിയേ? ഡിജിറ്റൽ ഇന്ത്യയുടെ ആ ഒരു വിഷൻ എഴുതാം. അപ്പോൾ അവിടെ അഗൈൻ വേറൊരു കീവേഡ് വന്നു, ഒരു സ്കീം വന്നു. പിന്നെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, അത് പറയാം. വാട്ട് എൽസ്? വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഇൻട്രോ? ഡേറ്റ വല്ലതും കൊടുത്തോ നിങ്ങൾ? ഡിജിറ്റൽ ഇൻക്ലൂഷൻ ആണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താ? there exists a digital divide, അതല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫണ്ടമെൻ്റൽ റൈറ്റും ഡിജിറ്റൽ ഡിവൈഡും കൂടെ ക്ലബ് ചെയ്യാം. ഇങ്ങനൊരു ഡിജിറ്റൽ ഡിവൈഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് നാഷണൽ ബ്രോഡ്ബാൻഡ് മിഷൻ സീക്സ് ടു അഡ്രസ് ദിസ് ഡിജിറ്റൽ ഡിവൈഡ് ആൻഡ് പ്രോമിസ് ദി റൈറ്റ് ടു ഇൻ്റർനെറ്റ്, ആർട്ടിക്കിൾ 21 അങ്ങനെ എഴുതാം. അപ്പോൾ ആ ഒരു ഹോൾ കോണ്ടെക്സ്റ്റ് സെറ്റായി. ഓക്കെ, നിങ്ങൾ എന്ത് ഇൻട്രോ കൊടുക്കുകയാണെങ്കിലും ആ കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്തുകൊണ്ട് വേണം ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ. ഇനി നെക്സ്റ്റ് അവർ ചോദിച്ചിരിക്കുന്ന ഹൈലൈറ്റ് ഇറ്റ്സ് key components and assess its contribution ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്ലി കീ കോമ്പണൻസിലേക്ക് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ഇൻക്ലൂഷൻ്റെ ചെറിയൊരു സൺ ഡയഗ്രം അല്ലെങ്കിൽ ഒരു സ്പൈഡർ ഡയഗ്രം വരച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രയാങ്കിൾ പോലെ, അതായത് ഡിജിറ്റൽ ഇൻക്ലൂഷൻ സെൻറ്ററിൽ എഴുതിയിട്ട് 3 കോമ്പണൻസ്, some 3 components you can draw. Like for example, you wrote the intro and then നടുവിൽ യു ക്യാൻ ഡിജിറ്റൽ ഇൻക്ലൂഷൻ എഴുതിയിട്ട് യു ക്യാൻ റൈറ്റ് ഡിജിറ്റൽ ഇന്ത്യ, നാഷണൽ ബ്രോഡ്ബാൻഡ് മിഷൻ ആൻഡ് ദെൻ സെമികണ്ടക്ടർ മിഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിജിറ്റൽ ഇൻക്ലൂഷൻ എഴുതിയിട്ട് അതിൻ്റെ എന്തെങ്കിലും ഇമ്പാക്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് എലമെൻറ്റ്സ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരാം. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ് അഡ്രസ് എന്നോ അങ്ങനെ എന്തെങ്കിലും. സോ ഒന്നില്ലെങ്കിൽ ഒരു സ്കീം റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ എഴുതാം, 3 സ്കീംസ് ദാറ്റ് അഡ്രസ് ഡിജിറ്റൽ ഇൻക്ലൂഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ ഇൻക്ലൂഷൻ്റെ ഇഷ്യൂസ് ആയിട്ട് എഴുതാം. അതായത് എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് ഡിജിറ്റൽ ഇൻക്ലൂഷനിൽ വരേണ്ടത്, എന്തൊക്കെയാണ് ഡിജിറ്റൽ ഇൻക്ലൂഷനിൽ വരേണ്ടത്. ആക്സസിബിലിറ്റി ഒരു ആസ്പെക്റ്റ് ആണ്, അതായത് യു നീഡ് ആക്സസിബിലിറ്റി ടു ദീസ് തിങ്സ്. പിന്നെ ഡിജിറ്റൽ ലിറ്ററസി ഒരു ആസ്പെക്റ്റ് ആണ്. അപ്പോൾ ഡിജിറ്റൽ ആക്സസിബിലിറ്റി, ഡിജിറ്റൽ ലിറ്ററസി, പിന്നെ what else can be brought in? ഡിജിറ്റൽ അഫോർഡബിലിറ്റി, അതും വരാം. അല്ലെങ്കിൽ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ. ആക്സസിബിലിറ്റിയും ഇൻഫ്രാസ്ട്രക്ചറും റിലേറ്റഡ് ആണ്, ബട്ട് ഈവൻ ഇഫ് യു റൈറ്റ് എസ് എ തേർഡ് പോയിന്റ് ഇറ്റ്സ് ഫൈൻ. someone has said that components of Digital India Initiative, accessibility and affordability, അങ്ങനെയും എഴുതാം.
ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ എന്ന് എഴുതിയിട്ട് ആക്സസിബിലിറ്റി, അഫോർഡബിലിറ്റി അങ്ങനെയും എഴുതാം. സോ ട്രൈ ടു മേക്ക് ദിസ്. അപ്പോൾ ഇത് നിങ്ങൾ എക്സാം ഹോളിൽ പോയാൽ ചെയ്യാൻ പറ്റില്ല, ഇത് ചിന്തിച്ച് സമയം പോകും. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ട്സിലേക്ക് ഇത് ആഡ് ചെയ്യണം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇത് എഴുതാം, അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ ഡിജിറ്റൽ ഇന്ത്യ എന്ന് എഴുതിയിട്ട് ആക്സസിബിലിറ്റി, അഫോർഡബിലിറ്റി എന്ന് എഴുതാം. ഓക്കെ, അവിടെ നിന്നിട്ട് എന്തെങ്കിലും ഒരു ഡേറ്റയോ എന്തെങ്കിലും സൈഡിൽ താഴെ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈഡ് കോണ്ടെക്സ്റ്റുവലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാര്യം എഴുതാം. അപ്പോൾ ഡിജിറ്റൽ ഡിവൈഡിൽ നിന്ന് ഒരു സ്പൈഡർ ഡയഗ്രം വരയ്ക്കുക, അല്ലെങ്കിൽ സൺ ഡയഗ്രം വരയ്ക്കുക. എന്നിട്ട് 1 2 3 4 ഒരു 5 പോയിൻറ്റ് അല്ലെങ്കിൽ 4-5 പോയിൻറ്റ് ഡിജിറ്റൽ ഡിവൈഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റുകയാണെങ്കിൽ എഴുതാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡിജിറ്റൽ ഇല്ലിറ്ററസി എഴുതാം, ഡിജിറ്റൽ ഇനാക്സസിബിലിറ്റി എഴുതാം, സെയിം പോയിൻറ്റ്സ്. ഓക്കെ, പിന്നെ റൂറൽ അർബൻ ഡിവൈഡ്, ജെൻഡർ ഡിവൈഡ്. ഗോട്ട് ദി ഐഡിയ? സോ ഡിജിറ്റൽ ഇനാക്സസിബിലിറ്റി, ഡിജിറ്റൽ ലാക്ക് ഓഫ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ഡിജിറ്റൽ ഇല്ലിറ്ററസി, പിന്നെ ജെൻഡർ ഡിവൈഡ്. ജെൻഡർ ഡിവൈഡിനും റൂറൽ ഡിവൈഡിനും അപ്പോൾ ഡേറ്റ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഡേറ്റയും കൂടെ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ റൂറൽ അർബൻ ഡിവൈഡ്. ദിസ് ഇസ് സംതിങ് ദാറ്റ് യു ക്യാൻ ഡു. ഈ ഡയഗ്രാംസ് ആൻഡ് തിങ്സ് ആർ തിങ്സ് ദാറ്റ് വിൽ ഗിവ് യു വാല്യൂ, അഡീഷണൽ മാർക്സ് കിട്ടും. സിൻസ് ദ ക്വസ്റ്റൻ ഓൾറെഡി ടോക്സ് അബൌട്ട് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ, ഈ ഡയഗ്രാം നമുക്ക് അവിടെയും കൊണ്ടുവരാം വേണമെങ്കിൽ. ഇവിടെ കൊടുക്കാതെ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്ന ആസ്പെക്ട് റൂറൽ അർബൻ എന്നുള്ളതിൽ അവിടെ കൊണ്ടുവരാം. പക്ഷേ അത് ഭയങ്കര സ്പെസിഫിക് ആയിപ്പോൾ, അപ്പോൾ ചിലപ്പോൾ നമുക്ക് പോയിന്റ്സ് കിട്ടില്ല. എപ്പോഴും ഇൻട്രോ കഴിഞ്ഞ് കൊടുക്കുന്നതിനാണ് നമുക്ക് എഴുതാൻ ഈസിയർ. കാരണം ഒരു ബ്രോഡ് ക്വസ്റ്റിൻ്റെ ഒരു ബ്രോഡ് പോയിൻറ്റിൻ്റെ ഇതായിരിക്കും വരിക. യൂഷ്വലി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഫസ്റ്റ് ലൈനില്ലേ, എല്ലാ ക്വസ്റ്റിനും ഒരു 2 പാർട്ട് ഉണ്ടാവും എപ്പോഴും. ദർ വിൽ ഓൾവേസ് ബി 2 പാർട്സ്. യു മൈറ്റ് ഹവ് സീൻ ദിസ്. സം ക്വസ്റ്റ്യൻസ് ഡോണ്ട് ഹാവ്, ബട്ട് സം ക്വസ്റ്റ്യൻസ് ഹാവ്. അപ്പോൾ ഓഫൺ ദ ക്വസ്റ്റ്യൻ ദറ്റ് പീപ്പിൾ ആസ്ക് us, വാട്ട് ഡു യു ഡു വിത്ത് ദാറ്റ് പാർട്ട്? ഓക്കെ, യു മൈറ്റ് യൂഷ്വലി ബി റൈറ്റിംഗ് ഇറ്റ്. ഇപ്പോൾ ഇൻട്രോയിൽ എഴുതിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ സംഭവം വരാം. ബട്ട് അതിനെക്കാട്ടും നല്ലത് അതിന് ഒരു ഡയഗ്രാം വെച്ച് കൊടുക്കുന്നതാണ്. അത് ഞാൻ കണ്ടത് മാളവികാജി നായരല്ലേ, ഇപ്പോൾ ഇത്തവണത്തെ ടോപ്പർ. ഷീ ഹാസ് കൺസിസ്റ്റൻ്റ്ലി ബീൻ സ്കോറിംഗ് ഗ്രേറ്റ് മാർക്സ് ഇൻ GS. But when I was looking at her answers, I saw that she was using this diagram in every single question. Like ഒന്നിലെ ഒരു ട്രയാങ്കിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സർക്കിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്പൈഡർ ഡയഗ്രാം പോലെ അല്ലെങ്കിൽ സൺ ഡയഗ്രാം പോലെ വരച്ചിട്ടായിരിക്കും. അപ്പോൾ പക്ഷേ ഇത് എല്ലാവരുടെ ആൻസേഴ്സിൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ 10-15 പോയിൻറ്റ്സ് എഴുതിയതിൻ്റെ പുറമെയാണ് ഇത് എഴുതുന്നത്. അപ്പോൾ എക്സാമിനർ നോക്കുമ്പോൾ ദിസ് പേഴ്സൺ ഹാസ് അഡ്രസ് ദ ഫസ്റ്റ് ലൈൻ ഈവൺ ഇഫ് ഇറ്റ്സ് നോട്ട് ആസ്ഡ്, ആൻഡ് ദെൻ ദേ ആർ ഗോയിങ് ടു ദ ക്വസ്റ്റ്യൻസ് ആൻസർ, ദ കോർ പാർട്ട്. അപ്പോൾ യു വിൽ ഗെറ്റ് അഡീഷണൽ മാർക്സ്. ഗോട്ട് ദി ഐഡിയ? അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ എഴുതുമ്പോൾ ട്രൈ ടു ബ്രിങ് ഇൻ സം ബേസിക് ഡയഗ്രാം ഓർ ബേസിക് sun diagram, spider diagram, something, and write something, fill it. Got the idea? Okay. Appo next, highlight its key components and assess its contribution. So let's see. Ivide key components എന്ന് പറയുമ്പോൾ again നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ഒരുപാട് ബേസിക് സാധനങ്ങൾ എഴുതിയിട്ടുണ്ടാവും, തള്ളു പോയിന്റ്സ് എഴുതിയിട്ടുണ്ടാവും. എന്തൊക്കെ എഴുതിയത്? എന്താണ് എഴുതിയത്? Fiber optics, yes. There is already a program called BharatNet. അത് വഴി ഫൈബർ ഒപ്റ്റിക് കേബിൾ എക്സ്പാൻഷൻ ആണ് അവർ ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിലേക്ക് ലിങ്ക് ചെയ്യാം. ഓക്കെ, ഭാരത്നെറ്റ് ഇസ് അണ്ടർ ദിസ് ലാർജർ അംബ്രല്ല പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾ അത് എഴുതാം. പിന്നെന്താ എഴുതിയത്? PM വാണി ലിങ്ക് ചെയ്യാം, ബ്രോഡ്ബാൻഡ് മിഷൻ ഫോർ റൂറൽ ഏരിയാസ്. അപ്പോൾ PM വാണി എഴുതാം, PMWANI. ഓക്കെ, പിന്നെയോ 5G മിഷൻ, പിന്നെ ഇന്ത്യയുടെ ഇപ്പോൾ ഒരു 6G മിഷൻ വരുന്നുണ്ട്. ഓക്കെ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ലിങ്ക് ചെയ്യാം. ചിലപ്പോൾ ഇത് ഹിറ്റ് ഓൺ ആവണമെന്നില്ല കേട്ടോ. ഓക്കെ, നമുക്ക് കീ നോക്കാം. കീ നോക്കുമ്പോൾ കുറച്ചും കൂടെ സ്പെസിഫിക് പോയിന്റ്സ് കിട്ടും. പിന്നെന്ത് എഴുതാം? ഡിജിറ്റൽ ഈ ഭാരത്നെറ്റ് ഇപ്പോൾ ഫൈബർ ഒപ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ പറഞ്ഞു. പിന്നെ PM വാണി അതെങ്ങനെ എക്സ്പാൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെന്താ, റൂറൽ ഏരിയാസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടേ? അപ്പോൾ അതങ്ങനെ ആ ഒരു സംഭവം നിങ്ങൾക്ക് എഴുതാം. അതായത് റൂറൽ കണക്ടിവിറ്റി അതൊരു കീ കോമ്പണൻ്റ് ആണ്. സാറ്റലൈറ്റ് നെറ്റ്വർക്ക് എഴുതാം. സാറ്റലൈറ്റ് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, ഫൈബർ പ്ലസ് സാറ്റലൈറ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലാർജർ കോണ്ടെക്സ്റ്റ്. പിന്നെയോ എന്തുപറ്റി? ക്വസ്റ്റ്യൻ മാറിപ്പോയോ? എല്ലാം എഴുതിയോ? വെരി ഗുഡ്. ഓക്കെ, വാട്ട് എൽസ്? ലെറ്റ്സ് ലുക്ക് അറ്റ് ദ കീ. ഓക്കെ,
സോ ഇവരിതിനെ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടാണോ കീ കൊടുത്തേക്കണം, ബിക്കോസ് എന്താണെന്ന് ഇവർക്കറിയാം. ഓക്കെ, സോ നാഷണൽ ബ്രോഡ്ബാൻഡ് മിഷൻ 2 ലോഞ്ച്ഡ് ഇൻ 2024 അണ്ടർ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. ഏതാ മിനിസ്ട്രി? ഓക്കെ, ലെറ്റ് മീ ക്രോസ് ചെക്ക്. ഇങ്ങനെ ഒരു മിനിസ്ട്രി ഉണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഐ ടി ആയിരിക്കും ഉദ്ദേശിച്ചത്, എനിക്കറിയില്ല. കേട്ടില്ല. ഏതാ? മൈറ്റി ആയിരിക്കും ഉദ്ദേശിച്ചത്, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആയിരിക്കും. ഓക്കെ, എയിംസ് ടു അച്ചീവ് യൂണിവേഴ്സൽ ഹൈ സ്പീഡ് ബ്രോഡ്ബാൻഡ് ആക്സസ് ബൈ 2025, അലൈനിങ് വിത്ത് ഡിജിറ്റൽ ഇന്ത്യ, വികസിത് ഭാരത് ആൻഡ് ദ നാഷണൽ കമ്മ്യൂണിക്കേഷൻസ് പോളിസി. സോ ഇതാണ് വേറൊരു രീതി ഓഫ് യു ക്യാൻ റൈറ്റ്. അപ്പോൾ നമ്മൾ യൂഷ്വലി വികസിത് ഭാരതൊക്കെ കൺക്ലൂഷനിൽ കൊണ്ടുവരുന്നതിന് പകരം കൊണ്ടുവന്നോ? വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇൻട്രൊഡക്ഷനിൽ കൊണ്ടുവരാം. അപ്പോൾ അതിൻ്റെ ആ സ്കീമിൻ്റെ ലാർജർ പർപ്പസ് നമ്മൾ നേരത്തെ ഡിജിറ്റൽ ഇന്ത്യ പറഞ്ഞു ഒരാൾ, അപ്പോൾ അതിന് കൂടെ വികസിത് ഭാരത്തും കൂടെ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു നല്ല ഐഡിയ ആണ്. നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് സ്കീംസും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇത് ആ ഒരു ലാർജർ വികസിത് ഭാരത്തിലേക്ക് എല്ലാം ഇനിയിപ്പോൾ കണക്റ്റ് ആവും. അപ്പോൾ അത് ആ രീതിയിൽ ചിന്തിക്കാം. ആൻഡ് നാഷണൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ് പോളിസി 2018, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. സോറി, മതിയോ? ഓക്കെ, സോ യെസ്, സോ നാഷണൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ് പോളിസി. അപ്പോൾ ഇനി വേറൊരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾക്ക് സപ്പോസ് എന്തെങ്കിലും ഇതുപോലെ ഒരു ഏരിയ വന്നു. ഓക്കെ, ഇപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ നമുക്കറിയാം, അല്ല നമുക്ക് ഭയങ്കര അത്ര അധികം ആരും കേൾക്കാത്ത ഒരു ഏരിയ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ എഴുതിക്കോ ദറ്റ് ഇങ്ങനൊരു പോളിസി ഉണ്ട്, അതിൻ്റെ പേരിലാണ്. ഓക്കെ, അറ്റ കൈ വേറൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ there might be, if there is no such policy, they are not going to cross check whether there is a policy like that. They may not give you marks for that, but it will not appear as if you are not written anything. Got the idea? അപ്പോൾ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പോളിസി അല്ലെങ്കിൽ നാഷണൽ റെയിൽവേ പോളിസി, സംതിങ് മൈറ്റ് ബി ദെയർ, ജസ്റ്റ് റൈറ്റ് ഇറ്റ്. ഓക്കെ, ഇറ്റ് എംഫസൈസസ് 5G readiness, rural outreach and infrastructure sharing. സോ നേരത്തെ ചോദിച്ചിരുന്നു എങ്ങനെയാണ് കീന്ന് നമുക്ക് എടുക്കാൻ പറ്റാമെന്ന്. ഒന്ന്, നമുക്ക് കീയിലെ ഈ പറഞ്ഞ ഐഡിയാസൊക്കെ പഠിക്കാം. ഇപ്പോൾ വികസിത് ഭാരത്തിൻ്റെ ഐഡിയ വന്നു, പോളിസിയുടെ ഐഡിയ വന്നു. അനദർ തിങ് ഇസ് ദേ മൈറ്റ് ഹാവ് റിട്ടൺ സർട്ടൺ കീവേഡ്സ്. അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതിയിരിക്കുന്നതിൽ എന്തെങ്കിലും റിലേറ്റഡ് പോയിന്റ് ഉണ്ടെങ്കിൽ ആ കീവേഡ് നിങ്ങൾ ആ ആൻസറിൻ്റെ സൈഡിലൊന്ന് എഴുതി വയ്ക്കുക. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നോട്ട്സിലേക്ക് എഴുതി വയ്ക്കുന്നതാണ്. നിങ്ങളുടെ നോട്ട്സ്, ഇപ്പോൾ ഈ എഴുതിയ ആൻസറും ഈ കീയും നിങ്ങളുടെ നോട്ട്സിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക ഇൻ യുവർ ഓൺ വേ. ഡോണ്ട് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ഇറ്റ്, അപ്പോൾ ഹെൽപ്പ് ചെയ്യില്ല. നിങ്ങൾ നോട്ട്സിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിന് നിങ്ങൾക്കൊരു പ്രോപ്പർ നോട്ട് ഉണ്ടാവും. അപ്പോൾ ആ നോട്ടിലേക്ക് ഈ കീവേഡ്സ് നിങ്ങൾ പഠിച്ചിട്ട് എഴുതി വയ്ക്കുക, റാദർ ദാൻ ജസ്റ്റ് കോപ്പി പേസ്റ്റിംഗ് ദാറ്റ്. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ടൈം അത് യൂസ് ചെയ്യും. ഐ ഷോ യു. അങ്ങനെ ഒരു കീവേഡ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ നിങ്ങൾ ഡെഫിനറ്റ്ലി അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കണം. അത് നിങ്ങൾക്കറിയാമല്ലോ. സി ഇഫ് യു ഹാവ് സ്ട്രക്ചർഡ് ഇറ്റ് കറക്റ്റ്ലി. ഓക്കെ, കീ കോമ്പണൻസ് ഒന്ന് നിങ്ങൾ പറഞ്ഞു, യൂണിവേഴ്സൽ ഫൈബർ കണക്ടിവിറ്റി, ഭാരത് നെറ്റ്. ഓക്കെ, ഇതൊന്നും നമുക്ക് ഓർത്തിരിക്കാൻ പോണില്ല. ഓക്കെ, ഈവൺ ഇഫ് യു സ്റ്റഡിങ് ഇൻ ഓൺ ദ day before the exam, I don't think you're going to remember all of this 2.1 lakh grams. Okay, if you can, great, but don't stress over this thing that you are not able to. If possible, ഈ 6.4 lakh villages എന്നുള്ള പോയിന്റ് എഴുതാം. അത് നിങ്ങൾക്ക് വേറെ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കാം, അത്രയും വില്ലേജസ് ഉണ്ട് എന്നുള്ളത്. there are 6.4 lakh villages. അപ്പോൾ അവിടേക്ക് എല്ലായിടത്തേക്കും കണക്ട് ചെയ്യാന്നുള്ള ഒരു പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ഇനി വരുന്ന പല ഇതിലും നിങ്ങൾക്ക് അത് എഴുതാം. നിങ്ങൾക്കൊരു ലാർജർ, ഇപ്പോൾ സ്വച്ഛ് ഭാരത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരാമെന്ന് വയ്ക്കാം. അപ്പോൾ ഇറ്റ് എയിംസ് ടു അഡ്രസ് ഇൻ ഓൾസോ 6.4 lakh വില്ലേജസ്. അപ്പോൾ ഈ 6.4 lakh എന്നുള്ളത് മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾ യൂസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അത് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഇൻറ്റഗ്രേറ്റ് ആയിട്ട് നിങ്ങളത് ആൻസറിൽ കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെയാണ് ഡേറ്റ നമ്മൾ പഠിക്കുന്നത്. അത് എഴുതി വയ്ക്കുന്നു, പല സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ ഡേറ്റ എഴുതി വയ്ക്കുന്നു, അത് ഉപയോഗിക്കുന്നു. ഓക്കെ, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഷെയറിംഗ് ആൻഡ് കോമൺ ഡക്ട് പോളിസി. ബേസിക്കലി എല്ലാ ടെലികോം ഓപ്പറേറ്റേഴ്സും കൂടെ കോമൺ ആയിട്ടുള്ള ഡക്ട്സ് യൂസ് ചെയ്യുക. സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് ഇൻഫ്രാസ്ട്രക്ചർ ക്യാൻ ബി റെഡ്യൂസ്ഡ് ആൻഡ് ഒപ്റ്റിമൈസ്ഡ്. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ഹാവിങ് മൾട്ടിപ്പിൾ ചാനൽസ്. പിന്നെ ടവർ, അതുണ്ട്. ടവർ അവിടെ പോയി. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, ലിവറേജിങ് പ്രൈവറ്റ് സെക്ടർ. ഇത് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ഏത് ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ക്വസ്റ്റ്യനിലാണെങ്കിലും എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റാണ്. PPP മോഡൽ ഇസ് ദ തിങ് ദാറ്റ് ഗവൺമെൻറ് ഇസ് ഫോക്കസിങ് ഓൺ. ഓക്കെ, അപ്പോൾ PPP മോഡൽ വരുമ്പോൾ എന്തും ഓർക്കണം. ഏതാ? കേട്ടില്ല.
ടൈപ്സ് അല്ല, അത് നിങ്ങൾ എക്കോണമിയിലെ സ്പെസിഫിക് അല്ലേ. PPP മോഡൽ വെച്ചിട്ട് ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ഇപ്പോൾ? അല്ല, ഗതിശക്തി. ഓക്കെ, അപ്പോൾ നിങ്ങൾ അഡ്വാൻറ്റേജസ് എഴുതുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ വേ ഫോർവേഡ് കാര്യങ്ങൾ എഴുതുമ്പോൾ ഗതിശക്തി മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇത് ലിങ്ക്ഡ് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവരാൻ നോക്കുക. ഇതൊക്കെ എല്ലാവരും കൊണ്ടുവരും. ഓക്കെ, പഠിച്ചവർ കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അപ്പോൾ ഗതിശക്തി ഉണ്ട്, ആ ലിങ്കേജ് കൊണ്ടുവരാം. ഈ ആൻസറിൽ ആരും ഗതിശക്തി എഴുതാൻ പോകുന്നില്ല, പക്ഷേ നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ആൻസർ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. ആരെങ്കിലും കൊണ്ടുവന്നോ ഗതിശക്തി? PPP കൊണ്ടുവന്നു, ഗ്രേറ്റ്. സോ ദെൻ ഇൻറ്റഗ്രേഷൻ വിത്ത് 5G റോൾ ഔട്ട് പ്ലാൻ നമ്മൾ പറഞ്ഞു. പിന്നെ സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് എക്സ്പാൻഷൻ നേരത്തെ പറഞ്ഞു, സാറ്റലൈറ്റ് എന്ന് പറഞ്ഞു, അത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർലിങ്കും OneWeb ഒക്കെ പറയാം. ഓക്കെ, പിന്നെ ഡിജിറ്റൽ മാപ്പിംഗ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, അതൊരു നിങ്ങൾ എഴുതി ആരെങ്കിലും. അതായത് ബേസിക്കലി ദേ ആർ യൂസിങ് GIS ഫോർ ഡിജിറ്റൽ മാപ്പിംഗ് ഓഫ് ഓൾ ദി ഇൻഫ്രാസ്ട്രക്ചർ, ഫാസ്റ്റർ അപ്രൂവൽ എക്സെട്ര. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആംഗിളും കൂടെ കൊണ്ടുവരാം വേണമെങ്കിൽ. I mean, it may not be a part of it, but if you are writing, maybe you can bring in by saying that എന്താ അഡ്മിനിസ്ട്രേറ്റീവ് കോർഡിനേഷൻ എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റ് എഴുതാം. തള്ളാണ്, ബട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. ഏതൊരു സ്കീമിനാണെങ്കിലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്റ്റ് ഉണ്ടാവും. അപ്പോൾ പോയിന്റ്സ് ലാക്ക് ചെയ്യുന്നൊരു പോയിന്റ് കേട്ടോ, എല്ലായിടത്തും കൊണ്ട് എഴുതരുത്. കാരണം ചിലപ്പോൾ ആ ഗവൺമെൻറ് വെബ്സൈറ്റിൽ അത് ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ a scheme related at a componently you write something that you can link to the administrative aspect. It may not be wrong, but it may be a redundant point, but it will help you fill your page. Got the idea? Okay, pinne National Broadband Mission 2 and its contribution towards 5G deployment. അപ്പോൾ രണ്ട് ആസ്പെക്റ്റ് ആണല്ലോ ചോദിച്ചേക്കുന്നത്, 5G ഡിപ്ലോയ്മെൻറ്റിൻ്റെ ഇതും റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള ആസ്പെക്റ്റും. അപ്പോൾ ഇവിടെ കുറച്ച് കീവേഡ്സ് ഉണ്ട്. ഈ ലോ ലേറ്റൻസി ഒക്കെ നിങ്ങൾ 5G പഠിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുള്ള കീവേഡ്സ് ആയിരിക്കും. ലേറ്റൻസി എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ അത് ലോ ലേറ്റൻസി എന്ന് പറഞ്ഞാൽ ഫാസ്റ്റർ ആണെന്നുള്ള മീനിങ് ആണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എഴുതുമ്പോൾ എന്തായിരിക്കും എഴുതുക? ഫാസ്റ്റർ കണക്ടിവിറ്റി, ഹൈ സ്പീഡ് കണക്ടിവിറ്റി. അതിന് പകരം ലോ ലേറ്റൻസി എന്ന് എഴുതുമ്പോൾ അതിന് വായിക്കുന്ന ആൾക്ക് നൈസ്, ഇതാണ് ആ വ്യത്യാസം. മനസ്സിലായോ? ഹൈ സ്പീഡ് നിങ്ങൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ബട്ട് ദെൻ പിന്നെ പോയിന്റ്സ് എഴുതുമ്പോൾ യു ക്യാൻ മെൻഷൻ ദീസ് കീവേഡ്സ്. ഓക്കെ, സോ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് 5G ഡിപ്ലോയ്മെൻറ്റ്. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് ഡയറക്റ്റ്ലി അറിയില്ലെങ്കിൽ തിങ്ക് അബൌട്ട് വാട്ട് ഇസ് 5G. 5Gയിൽ എന്തൊക്കെയാണല്ലേ? ഫാസ്റ്ററാണ്, പിന്നെ എന്താ വേറെ എന്തൊക്കെ പോയിന്റ്സ്? ഓക്കെ, അത് പബ്ലിക്. ഓക്കെ, ഫാസ്റ്ററാണ്. പിന്നെ എന്തൊക്കെയാണല്ലേ 5Gയിൽ? ഹൈ ബ്രോഡ്, ലൈക്ക് അതായത് ഒരുപാട് ഡേറ്റ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ത്രൂ നെറ്റ്വർക്ക്സ് അല്ലേ. അപ്പോൾ ബ്രോഡർ വിഡ്ത്ത് ഓഫ് ബ്രോഡ്ബാൻഡ് ആയിരിക്കും. പിന്നെ 5G അങ്ങനെ ഡീറ്റെയിൽഡ് പഠിച്ചിട്ടില്ല. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കാം. ഒന്ന് ലോ ലേറ്റൻസി ആണ്. പിന്നെ ടവർ ഫൈബറൈസേഷൻ. എന്തിനാണ് ടവർ ഫൈബറൈസേഷൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5G എന്ന് പറയുമ്പോൾ യു നീഡ് മോർ ടവേഴ്സ്. അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. കാരണം അതിന് ലോങ് ഡിസ്റ്റൻസസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതിന് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിൽ ഇറ്റ് കനോട്ട് ബി ട്രാൻസ്ഫേർഡ് ലോങ് ഡിസ്റ്റൻസസ്. അതാണ് അതിൻ്റെ ഒരു നെഗറ്റീവ്. അപ്പോൾ കൂടുതൽ ടവേഴ്സ് വേണം. കൂടുതൽ ടവേഴ്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒപ്റ്റിമൈസ് ചെയ്യണം. അത് ഫൈബർ ആക്കിയാൽ മാത്രമേ നമുക്ക് കൂടുതൽ 5G റോൾ ഔട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ എക്സിസ്റ്റിംഗ് ടവേഴ്സിനൊക്കെ ഫൈബർ ആക്കുക എന്നുള്ളൊരു ഐഡിയയിലാണ് ടവർ ഫൈബറൈസേഷൻ എന്ന് പറഞ്ഞൊരു ഐഡിയ വരുന്നത്. അപ്പോൾ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടവർ ഫൈബറൈസേഷൻ കൂടെ ചെയ്യും. ആ ഒരു സംഭവം ഹെൽപ്പ് ചെയ്യും ഫോർ ബെറ്റർ 5G. ഓക്കെ, പിന്നെ സാറ്റലൈറ്റ് ആൻഡ് വയർലെസ് ഇൻറ്റഗ്രേഷൻ. ദിസ് വിൽ അഗെയിൻ ഹെൽപ്പ് 5G. കാരണം 5Gയുടെ അനദർ പ്രോബ്ലം ഇസ് ദാറ്റ് ഈ പറഞ്ഞ പോലെ ടവർ ടു ടവർ കണക്ഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് ടവേഴ്സ് കൂടുന്ന ഒരവസ്ഥ വരുമ്പോൾ സാറ്റലൈറ്റ് ഇസ് എ ഗുഡ് ഓൾട്ടർനേറ്റീവ്. ഇൻസ്റ്റെഡ് ഓഫ് ഹാവിങ് മോർ ടവേഴ്സ് you can use satellite, so it will help transfer much better. Pinne small network support, common duct infrastructure facilitates dense small cell placement in urban areas. Ee small network support aanu idu you in urban areas where there is a huge number of infrastructure, you need more number of cells of 5G.
അപ്പോൾ ചെറിയ സെൽസ് ആയിരിക്കും. സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5G ടവർ അല്ലെങ്കിൽ ഒരു 5G ഇത് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ്. അപ്പോൾ അത് ഭയങ്കര ചെറുതായിരിക്കും. അപ്പോൾ യു നീഡ് മോർ നമ്പർ ഓഫ് 5G ഡിപ്ലോയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അതിനാണ് ഡെൻസ് സ്മോൾ സെൽ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് നാഷണൽ ബ്രോഡ്ബാൻഡ് മിഷൻ ഇസ് എക്സ്പാൻഡഡ്, then you can have more number of such small cells and fiber network can also be expanded. അപ്പോൾ അതിനെയും ഹെൽപ്പ് ചെയ്യും. ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ്. നിങ്ങളെന്താ എഴുതിയേ? റൂറലും കൂടെ ഒരുമിച്ച് എഴുതിയോ? അങ്ങനെ എഴുതിയ പണിയാവും, മാർക്ക് കിട്ടാൻ പണിയാവും. ഓക്കെ, കാരണം റൂറൽ വേറെ ടോപ്പിക്കല്ലേ, അപ്പോൾ ചിലപ്പോൾ മാർക്ക് കുറഞ്ഞു. നമുക്ക് ചിലപ്പോൾ അല്ലാതെ തള്ളി എഴുതിയിരുന്നെങ്കിൽ ചിലപ്പോൾ അതിലും കൂടുതൽ മാർക്ക് കിട്ടിയാൻ. എങ്ങനെ നിങ്ങൾ എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് വല്ലതും എഴുതിയോ? ചിലപ്പോൾ 3 പോയിൻ്റൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. ദാറ്റ്സ് ഓക്കെ. ഓക്കെ, ഇപ്പോൾ ഭയങ്കര സ്പെസിഫിക് ആയതുകൊണ്ട്. പിന്നെ മറ്റേ നേരത്തെ ഗതിശക്തിക്ക് നാഷണൽ മോണിറ്റൈസേഷൻ പ്ലാൻ പറഞ്ഞിട്ടുണ്ട്, അതും ലിങ്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, നേരത്തെ എനിക്കും നിങ്ങളതാണ് പറഞ്ഞത്, മറ്റേ നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ, ഡിജിറ്റൽ മറ്റേ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ, അതും മറ്റേ ഗതിശക്തി ഇതിലേക്ക് ലിങ്ക് ചെയ്യാം. ഗവൺമെൻറ് ഹാഡ് ദിസ്, കേട്ടിട്ടുണ്ടോ? നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചറും ലാൻഡും കാര്യങ്ങളൊക്കെ പ്രൈവറ്റിലേക്ക് കൊടുക്കുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. നോട്ട് സെല്ലിംഗ് ബട്ട് റാദർ ഫോർ ലീസ് അല്ലെങ്കിൽ PPP മോഡലിൽ കൊടുക്കുക, സോ ദാറ്റ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ്. അപ്പോൾ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്യാം. പ്രൈവറ്റിൻ്റെ ഒരുപാട് എൻറ്റിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ എൻറ്റിറ്റീസ് ഉണ്ട്, അത് നിങ്ങൾക്ക് പ്രൈവറ്റിലേക്ക് മോണിറ്റൈസ് ചെയ്യുക എന്നുള്ളൊരു സംഭവം, അതിനൊരു ബെനിഫിറ്റ് ആണത്. അപ്പോൾ അതിവിടെ ലിങ്ക് ചെയ്യാൻ പറ്റുമോ അറിയില്ല. ഓക്കെ, നാഷണൽ ബ്രോഡ്ബാൻഡ് മിഷൻ ആൻഡ് സ്ട്രെങ്തനിങ് ഓഫ് റൂറൽ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ. സോ ബ്രിഡ്ജിങ് ഡിജിറ്റൽ ഡിവൈഡ് അല്ലേ, അത് നമുക്കറിയാം. K-Phone, കേരളാസ് K-Phone പ്രോജക്റ്റ് ഇസ് ആൻ എക്സാമ്പിൾ. അത് നിങ്ങൾക്ക് ഇവിടെ എഴുതണ്ടെന്നുണ്ടെങ്കിൽ വേ ഫോർവേഡിൽ കൊണ്ടുവരാം, ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ട്. ബൂസ്റ്റിംഗ് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ്, എനേബിളിംഗ് റൂറൽ സ്റ്റാർട്ടപ്സ് എക്സെട്ര, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആൻഡ് ഏർലി വാർണിംഗ്. ഓക്കെ, ഇപ്പോൾ റൂറൽ ക്വസ്റ്റ്യൻ എന്താ? റൂറൽ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിനെ എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യുക? അപ്പോൾ റൂറൽ ഏരിയയിലുള്ള എല്ലാ പ്രോബ്ലംസും ഐഡൻറ്റിഫൈ ചെയ്യുക, അതിന് സൊല്യൂഷൻ കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ റൂറൽ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്തിനാണ് ഡിജിറ്റൽ സാധനം? റൂറൽ ഏരിയാസിലെ പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യാൻ, അവിടുത്തെ എക്കോണമി ബൂസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അവിടെ എന്തൊക്കെയാണോ വേണ്ടത് അതിനൊക്കെ കൊടുക്കുക. റൂറൽ എക്കോണമീനെ ബൂസ്റ്റ് ചെയ്യും, സ്റ്റാർട്ടപ്സ് ആൻഡ് അഗ്രിടെക് അല്ലേ. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പറയാം, അഗ്രികൾച്ചർ മെൻഷൻ ചെയ്യാം, കാരണം റൂറൽ എക്കോണമി പ്രൈമറിലി അഗ്രികൾച്ചർ ഓറിയൻറ്റഡ് ആയിരിക്കും, അപ്പോൾ അത് പറയാം. ഓക്കെ, പിന്നെ ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ 2 ഏരിയാസിലെ അഡ്വാൻറ്റേജസാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ചലഞ്ചസ് പറയണം. ചലഞ്ചസ് കോമൺ ആയിട്ട് എഴുതിയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണം? വേ ഫോർവേഡും പറയണം. ഓക്കെ, ഇതിൻ്റെ കുറേ സ്പെസിഫിക് പോയിന്റ്സ് ആണ്, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഐ വിൽ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാരണം വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. ഓക്കെ, സം ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾസ് ആൻഡ് കീവേഡ്സ് ആർ മെൻഷൻ. നിങ്ങൾ ഈ കീ വായിക്കണം. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് പോയിന്റ്സ് കളക്ട് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഇസ് ദ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഇസ് ദ ടെക്നോളജി ബീങ് എംപ്ലോയ്ഡ് ഫോർ ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ? RFID ഉണ്ട്. ഇതെന്താ എഴുതിയ? ട്രാൻസിഷൻ സാറ്റലൈറ്റ് ബേസ്ഡ്, അത്രേ ഉള്ളൂ. ഇനി ഈ അറിവ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? തള്ളണം. മനസ്സിലായോ? ഇതാണ് നമ്മൾ എക്സാമിനും ചെയ്തത്. ഇപ്പോൾ പിന്നെ ഡയഗ്രാം വരച്ചോ? വരച്ചില്ല. ഡയഗ്രാം വരയ്ക്കണം, ടോൾ കാണിക്കണം, സാറ്റലൈറ്റ് കാണിക്കണം, കാർ കാണിക്കണം. ഓക്കെ, അതെന്തായാലും ചെയ്യണം. അത് ചെയ്താൽ ഒബ്വിയസ്ലി മാർക്ക് അഡീഷണലി വരും. ഇതൊക്കെ ഡയഗ്രാം വരയ്ക്കാനുള്ള സ്കോപ്പുള്ള ഏരിയാസാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പോൾ നിങ്ങളൊരു ടോൾ പ്ലാസ പോലെ കാണിക്കുക, എന്നിട്ട് ഒരു പേജാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആദ്യം ഇൻട്രൊഡക്ഷൻ എഴുതും. ഇൻട്രൊഡക്ഷൻ എഴുതിയതിന് ശേഷം സൈഡിൽ ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കുക, എന്നിട്ടൊരു ടോൾ പ്ലാസ എന്ന് എഴുതുക, എന്നിട്ട് കാറിനെ കാണിക്കുക, ഒരു കാർ. ഓക്കെ, എന്നിട്ട് ഇവിടെ സാറ്റലൈറ്റ് കാണിക്കുക. അപ്പോൾ ഇത് വേണമെങ്കിൽ അടുത്തേൽ കാണിച്ചാൽ മതി, പ്രപ്പോസ് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇവിടെ RFID ടാഗ്, എന്നിട്ടിങ്ങനെ സാധനം ഇങ്ങനെ പൊന്തി അത് വണ്ടി പോയി, സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, എന്നിട്ട് മറ്റേ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, നാഷണൽ ടോൾ കളക്ഷൻ
അതിന് വേണ്ടിയിട്ട് മറ്റേ NTPCയുടെ നെറ്റ്വർക്ക് ഉണ്ട്, നാഷണൽ ടോൾ കളക്ഷന് വേണ്ടി, ഫാസ്ടാഗ് NTPC ആ സംഭവം. അപ്പോൾ ആ ലിങ്കേജും വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാം. അതായത് ഇവിടെ RFID റീഡ് ചെയ്യുന്നു. ഓക്കെ, RFID റീഡ് ചെയ്യുമ്പോൾ ഡേറ്റ NTPCക്ക് പോകും. ദറ്റ് ഇന്ന ആൾ ഇത് വന്നിട്ടുണ്ട്. NTPCന്ന് ബാങ്കിലേക്ക് പോകും. ബാങ്ക് മണി വിഡ്രോ ചെയ്തിട്ട് NTPCക്ക് ഡേറ്റ കൊടുക്കും. NTPC ഇവർക്ക് ഡേറ്റ കൊടുത്തിട്ട് അത് റൈസ് ചെയ്യും. അപ്പോൾ വണ്ടി പോകും. അപ്പോൾ ഈ ഒരു വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഫ്ലോ ചാർട്ട് പോലെ കാണിക്കാം. ഇപ്പോൾ ഇവിടെ ബാങ്ക്, ഇവിടെ NTPC, എന്നിട്ട് RFID റീഡ് ചെയ്തു, NTPCയിലേക്ക് പോയി, ബാങ്കിലേക്ക് പോയി, തിരിച്ച് NTPCയിലേക്ക് വന്നു, അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, ഒരു ഡയഗ്രാം നിങ്ങൾ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ, കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട ഞാൻ ചെയ്ത പോലെ, ബട്ട് സം ഡയഗ്രാം യു ക്യാൻ ഡ്രോ. ഓക്കെ, ഇനി ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വെറുതെ NTPC ബാങ്ക് ചുമ്മാ ഒരു സ്ക്വയർ പോലെ വരയ്ക്കുക, ആരോസ് വരയ്ക്കുക, എന്നിട്ട് താഴെ എഴുതുക RFID ബേസ്ഡ് ടോൾ പ്ലാസ, അല്ലെങ്കിൽ അങ്ങനെ ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ ഫിഗർ. കഴിഞ്ഞു. ബേസിക്കായിട്ട് വരച്ച് വെച്ചാൽ മതി. മീനിങ് ഒന്നും വേണ്ട. എല്ലാ കോമ്പണൻസും വരച്ചിട്ടൊരു ഫ്ലോ ചാർട്ട് പോലെ വരയ്ക്കുമ്പോൾ തന്നെ ആൻസർ ആവും. കിട്ടിയോ? കിട്ടിയില്ലെങ്കിൽ പറയണം. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഓക്കെ, സോ വാട്ട് ഇസ് ദ ടെക്നോളജി ബീങ് എംപ്ലോയിഡ്? ആ ടെക്നോളജി എന്താണെന്ന് ആദ്യം, അപ്പോൾ ആദ്യം ഇതൊക്കെ പറയുന്നതിന് മുന്നേ എന്ത് പറയണം? RFID എന്താണെന്ന് പറയാം. അതാണ് ആ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ടെക്നോളജി ബീങ് എംപ്ലോയിഡ് എന്നുള്ള ആ ഒരു സെക്ഷൻ. ബട്ട് വാട്ട് ഇസ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദിസ് ഹോൾ തിങ്? കേട്ടില്ല. ബ്ലോക്ക് ചെയിൻ, അത് പറയാം. ഓക്കെ ഓക്കെ, വൺസ് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഇതിൻ്റെ പുറകിലുള്ള ടെക്നോളജി എന്താണെന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അതപ്പോൾ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻട്രൊഡക്ഷൻ എന്ത് കൊടുക്കും? ഡിജിറ്റൽ ഇൻക്ലൂഷൻ. ഇതിപ്പോൾ ട്രാൻസ്പോർട്ടേഷനിലെ ഡിജിറ്റൽ ഇതല്ലേ, അപ്പോൾ ഇൻക്ലൂഷൻ കേട്ടില്ല. ലോജിസ്റ്റിക്സ് കോസ്റ്റ് കുറയ്ക്കാൻ. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ സീംലെസ് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളൊരു ഐഡിയ കൊണ്ടുവരാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലാർജർ നമ്മളുടെ ഒരു ഭാരത് മാല എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഉണ്ടല്ലോ. ഓക്കെ, അത് എന്തിനാണ് നമ്മളത് ചെയ്യുന്നത്? ബേസിക്കലി ടു എക്സ്പാൻഡ് അവർ ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കണക്ടിവിറ്റി ഫോർ വികസിത് ഭാരത്. അപ്പോൾ അതായത് എക്കോണമി എൻലാർജ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നടക്കണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ സീംലെസ് ആവണം. ഈ ടോൾ പ്ലാസാസിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ട്രാൻസ്പോർട്ടേഷൻ ബോട്ടിൽ നെക്കാണ് ബേസിക്കലി. സോറി, കേൾക്കുന്നില്ല. ലോങ് വെയിറ്റിംഗ് പീരീഡ്സ്, അതായത് ബോട്ടിൽ നെക്ക് ആവുകയാണ്. അപ്പോൾ അവിടെ ഒരുപാട് സമയം എടുത്ത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ സീംലെസ് ആവുന്നില്ല. അപ്പോൾ അതിൽ സീംലെസ് ട്രാൻസ്പോർട്ടേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് എന്നുള്ള കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ, സീംലെസ് ട്രാൻസ്പോർട്ടേഷൻ, ടോൾ പ്ലാസ, ഈ ഒരു ലിങ്കേജ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ആൻസറിലേക്ക് കിടക്കാം. അപ്പോൾ ഹിയർ ക്യാഷ്ലെസ്, ബാരിയർ ഫ്രീ, യൂസിങ് ഡിജിറ്റൽ ആൻഡ് സെൻസർ ബേസ്ഡ് ടെക്നോളജി. അപ്പോൾ എന്താണ് ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ദിസ് ഈസ് വൺ വേ ഓഫ് ഇൻട്രൊഡക്ഷൻ. ഇപ്പോൾ നിങ്ങൾ സയൻസ് ആൻഡ് ടെക്കിൽ ഇൻ ജനറൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഡെഫിനേഷൻ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ടെക്നോളജി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ ടോക്ക് അബൌട്ട് ദിസ് ലാർജർ പിക്ചർ. യു ടോക്ക് അബൌട്ട് ഭാരത് മാല അല്ലെങ്കിൽ അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ദെൻ കം ടു ദിസ്. ഇന്ത്യാസ് നാഷണൽ ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ പ്രോഗ്രാം ആങ്കർഡ് ബൈ ഫാസ്ടാഗ് is already automated. അപ്പോൾ ഒരു ഡേറ്റ അവർ കൊണ്ടുവന്നു. 95% ഓഫ് ടോൾ പേയ്മെൻറ്റ്സ് ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു ഡേറ്റ. ഓക്കെ, നിങ്ങൾക്ക് ഡേറ്റ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ഊഹിച്ചറിയാമല്ലോ എത്ര വണ്ടികൾ നിങ്ങളിപ്പോൾ പാലിയേക്കര ടോൾ കൂടെ പോകുമ്പോൾ നിങ്ങൾ എത്ര വണ്ടി കണ്ടിട്ടുണ്ടാവും ഫാസ്ടാഗ് ഉപയോഗിക്കാത്തത്. ഒരു 10% ഒക്കെ ഫാസ്ടാഗ് ഉപയോഗിക്കാതിരിക്കും പോകുന്നത്. ആ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. അപ്പോൾ 90% എന്നുള്ള ഒരു ഊഹം വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. നോ വൺ ഇസ് ഗോയിങ് ടു ചാലഞ്ച് ദാറ്റ്. ഓക്കെ, unless everyone writes 95 and then you write 90, that's not going to happen. This is an area where no one will have data, so you write something. ഒരു റേഞ്ച് ഐഡൻറ്റിഫൈ എഴുതാം. അപ്പോൾ ഏകദേശം കറക്റ്റ് ആവും. എബോ 90 അല്ലെങ്കിൽ 90+ ഒക്കെ എഴുതാം. ഓക്കെ, സോ ഇനി ടെക്നോളജി എംപ്ലോയിഡ്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്ന ടെക്നോളജികൾ എഴുതുക എന്നുള്ളതാണ്. RFID ടെക്നോളജി നിങ്ങൾക്ക് അറിയില്ല എന്ന് വയ്ക്കുക. RFID എന്ന് പറഞ്ഞാൽ എന്താ? റിമോട്ട് റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ടാഗ്സ്. അപ്പോൾ അവിടെ ഇത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ ഫാസ്ടാഗ് എന്ന് എഴുതിയാലും ഓക്കെ, ടെക്നോളജി അല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഫാസ്ടാഗ് എന്നുള്ള ആ വേർഡ് വരും. ഓക്കെ, അപ്പോൾ ഇമീഡിയറ്റ്ലി യു തിങ്ക് അബൌട്ട് ദാറ്റ്. പിന്നെ ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ
ഗ്ലോബൽ നാവിഗേഷൻ, പിന്നെ അങ്ങോട്ട് അതിൽ യൂസ് ചെയ്യുന്ന ബാക്കി എലമെൻറ്റ്സ് ആണ് മൊബൈൽ ആൻഡ് ക്ലൗഡ് ഇൻ്റഗ്രേഷൻ, ഹൈബ്രിഡ് മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ, ഇതൊക്കെ ആഡ് ചെയ്ത ആണ് ബേസിക്കലി. GPS-ഉം GNSS അത് അറിയാമല്ലോ. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ കണക്ഷൻ എന്തൊക്കെയാണ്? RFID ഉണ്ട്, പിന്നെ ഒരു ക്ലൗഡ് ഉണ്ടാവും ഫോർ ഡേറ്റ ഇൻ്റഗ്രേഷൻ അല്ലേ, ഈ NTPCയുടെ ഡേറ്റയും ബാങ്കിൻ്റെ ഡേറ്റയും ഇതൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ക്ലൗഡ് ഉണ്ടാവും, പിന്നെ ഒരു GPS ഉണ്ടാവും. ഓക്കെ, ഇതെല്ലാം കൂടി ലിങ്ക് ചെയ്തിട്ടായിരിക്കും ഈ ഒരു സംഭവം വരിക. അപ്പോൾ ഇതെല്ലാം ഈ GPS വരുന്നത് ഇതിലല്ല കേട്ടോ, ഇത് അടുത്ത വരുന്ന സാറ്റലൈറ്റ് മോഡലിലാണ് വരുന്നത്. സാറ്റലൈറ്റ് വഴി എങ്ങനെ ഇത് ലിങ്ക് ചെയ്യാം ഇൻസ്റ്റെഡ് ഓഫ് RFID അതിലാണ്. അപ്പോൾ അത് രണ്ടും കൂടി എഴുതുന്നത് ഇതിൽ ബേസിക്കലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള RFID ബേസ്ഡും ഫ്യൂച്ചർ പ്രപ്പോസ്ഡ് രണ്ടിലെയും ടെക്നോളജി എന്താണെന്ന് മെൻഷൻ ചെയ്തിരിക്കുകയാണ്. ഐഡിയ കിട്ടും. ഓക്കെ, സോ പിന്നെ അഡ്വാൻറ്റേജസ് എന്താണ്? എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന സാധനങ്ങളാണ്. റെഡ്യൂസ് കൺജഷൻ, ക്യാഷ്ലെസ് ട്രാൻസ്പെറൻറ്റ് പേയ്മെൻറ്റ്, ഫ്യൂവൽ എമിഷൻ സേവിങ്, ബെറ്റർ പ്ലാനിങ് ആൻഡ് സേഫ്റ്റി, പിന്നെ യൂസർ കൺവീനിയൻസ്. വേറെ എന്തൊക്കെയാണ് എഴുതാൻ പറ്റുക? നമുക്ക് കുറച്ച് തള്ളാം ഇതിന്. കാർ ട്രാക്ക് ചെയ്യാൻ പറ്റും ഫോർ ക്രൈം ആൻഡ് അതർ എന്താ പറയുക ലോ എൻഫോഴ്സ്മെൻറ്റ് എക്സെട്ര. പിന്നെ വാട്ട് യു ക്യാൻ റൈറ്റ് ഇസ് എക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും അല്ലേ. ഇറ്റ് എൻഹാൻസസ് ഓർ ബൂസ്റ്റ് ദി എക്കോണമി ബൈ എൻഷുറിങ് ഫാസ്റ്റർ ട്രാൻസ്പോർട്ടേഷൻ, ഇംപ്രൂവ്സ് കണക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ അത് എഴുതാം. പിന്നെ വേറെ എന്താ എഴുതാൻ പറ്റും? വാട്ട് എൽസ്? ഫ്യൂവൽ സേവിങ് ഒരു ഫാക്ടറായിട്ട് എഴുതാം. എഴുതിയോ അവിടെ? ഫ്യൂവൽ എമിഷൻ സേവിങ് എഴുതിയിട്ടുണ്ട്, അത് എഴുതാൻ പറ്റും. ഐ തിങ്ക് ദാറ്റ് ഇസ് ഇറ്റ്. ലിമിറ്റേഷൻ എന്താ? ഒന്ന്, ഇത് ഒരു ഡിജിറ്റൽ സംഭവമാണ്. അപ്പോൾ ഡിജിറ്റൽ ഇഷ്യൂസ് എല്ലാം നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഒന്ന് ഇത് ഇറ്റ് ക്യാൻ ലീഡ് ടു സം സൈബർ അറ്റാക്സ് ഓർ സംതിങ് ആൻഡ് ഡേറ്റ ക്യാൻ ബി ലോസ്റ്റ്. ഓക്കെ, കാരണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടും എല്ലാം ലിങ്ക്ഡ് ആണ് ഇതിലേക്ക്. അപ്പം ഇറ്റ്സ് എ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇഫ് വൺ ഏരിയ ക്യാൻ ബി ട്രാക്ഡ് ദെൻ ഓൾ ഓഫ് ഇറ്റ് ക്യാൻ ബി ലീക്ഡ്, റൈറ്റ്? സോ ഡിജിറ്റൽ സേഫ്റ്റി ഇഷ്യൂസ് ദെയർ. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്സ് ആർ ലൈക്ലി ദെയർ. പിന്നെ ടെക്നിക്കൽ ഗ്ലിച്ചസ് ക്യാൻ കം, അതായത് എവിടെയെങ്കിലും ഒരു ടെക്നിക്കൽ ആയിട്ടൊരു എറർ വന്നു അപ്പോൾ മൊത്തത്തിൽ ഒരു പ്രോബ്ലം വരാം. ഡിജിറ്റൽ ഡിവൈഡ് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഇൻ്റർ ഏജൻസി കോർഡിനേഷൻ, പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി കൺസേൺസ്. ഓക്കെ, സോ പിന്നെ വാട്ട് ആർ ദ പ്രൊപ്പോസ് ചേഞ്ചസ്? ഇതാണ് അടുത്ത ടെക്നോളജി. അതായത് സാറ്റലൈറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിനെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ RFID ബേസ്ഡ് ആണ്. ഇനി എന്ത് ചെയ്യും? എത്ര ദൂരം നമ്മൾ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നനുസരിച്ച് അത്രയും മാത്രമേ നമ്മൾ എമൗണ്ട് പേ ചെയ്യേണ്ടി വരുള്ളൂ. അപ്പോൾ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യും. നമ്മുടെ കാറിലൊരു സിസ്റ്റം ഉണ്ടാവും. സാറ്റലൈറ്റ് നമ്മൾ ആ സിസ്റ്റം വെച്ച് ട്രാക്ക് ചെയ്തിട്ട് ഇറ്റ് വിൽ ടെൽ ഹൗ മച്ച് യു ഹവ് ട്രാവൽഡ് ആൻഡ് ദെൻ അത്രയും എമൗണ്ട് മാത്രം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോകും. ഓക്കെ, ആ ഒരു സിസ്റ്റം ഇപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണ് കൊണ്ടുവന്നത്? ഒന്ന്, സാറ്റലൈറ്റ് ബേസ്ഡ് ടോൾ കളക്ഷൻ, പിന്നെ മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ, അതായത് ഓൾ ലൈൻസ് വിൽ ആക്ട് ആസ് ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ. ഏത് ലൈനിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ ആവും. ഇപ്പോൾ മറ്റേതിലാണെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ, അറ്റത്തെ ലൈൻ എന്താ മറ്റേ ഫിസിക്കൽ ക്യാഷ് പേയ്മെൻ്റ് ആയിരിക്കും. പിന്നെ എന്താ സ്ട്രോങ്ങർ സൈബർ സെക്യൂരിറ്റി ആൻഡ് ഡേറ്റ പ്രോട്ടോകോൾസ്, ഇത് തള്ളാണ്. ഓക്കെ, ഇതിൻ്റെ അങ്ങോട്ട് ഇനി പിന്നെ ഒബ്വിയസ്ലി ഇതൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ എഴുതണം. എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ ബെറ്റർ പ്രോട്ടോകോൾസ് വരും, ബെറ്റർ സൈബർ സെക്യൂരിറ്റി, പിന്നെ AI ഒക്കെ കൊണ്ടുവരാം. കാരണം ഒരുപാട് ഡേറ്റ വരും. ഇപ്പോൾ ഈ ഡേറ്റ ഒക്കെ പ്രോപ്പറായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് AI, മെഷീൻ ലേണിംഗ് ഒക്കെ വേണ്ടി വരും. പിന്നെ ഇൻ്റഗ്രേഷൻ വിത്ത്, ഇതൊക്കെ തള്ളാണേ, ഇൻ്റഗ്രേഷൻ വിത്ത് EV ചാർജിങ് ആൻഡ് സ്മാർട്ട് മൊബിലിറ്റി, നേഷൻ വൈഡ് ഇൻട്രോപ്പറബിലിറ്റി, അതൊരു അഗെയിൻ ഇറ്റ്സ് എ തള്ളു പോയിന്റ്. ഓക്കെ, അപ്പോൾ ഈ നേഷൻ വൈഡ് ഇൻട്രോപ്പറബിലിറ്റി ഒരു ഒബ്വിയസ് സാധനമല്ലേ. അപ്പോൾ നമ്മളത് എഴുതില്ല. കാരണം നമ്മൾക്ക് എന്താ, ഇത് നേഷൻ വൈഡ് ആണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുവരാൻ നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ യു ക്യാൻ മേ ബി ഇപ്പോൾ നേഷൻ വൈഡ് ഇൻട്രോപ്പറബിലിറ്റീൻ്റെ വേറൊരു സാധനമാണ് നമുക്ക് പറയാൻ പറ്റുന്നത്, ദാറ്റ് കസ്റ്റമൈസ്ഡ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻ ഡിഫറെൻറ്റ് റീജൻസ്. ഇപ്പോൾ എല്ലായിടത്തും 4 ലൈൻ ആവണമെന്ന് അല്ലെങ്കിൽ എല്ലായിടത്തും 2 ലൈൻ ആവണമെന്നില്ല. ചില സ്ഥലത്ത് വേറെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷന് പോസിബിലിറ്റി ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനത്തെ ചില സാധനങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം.
പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് പല ഏരിയാസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ എന്താ പറയുക, ടോൾ കളക്ഷൻ എന്നുള്ളത് മാത്രമല്ല വേറെ ഏരിയാസിലേക്കും പറഞ്ഞാൽ ലോ എൻഫോഴ്സ്മെൻറ്റിലേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ അത് എഴുതാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ച് ബ്രോഡായിട്ട് ചിന്തിക്കണം. ഈ ബ്രോഡായിട്ട് ചിന്തിച്ച് മൾട്ടിപ്പിൾ പോയിൻറ്റ്സ് എഴുതുമ്പോഴാണ് മാർക്ക് ഒരു ഹാഫ് മാർക്ക് ഒക്കെ അഡീഷണലി വരിക. അങ്ങനെ ഹാഫ് മാർക്ക് എല്ലാ ക്വസ്റ്റിനും കയറുമ്പോൾ 5 മാർക്സ്, അങ്ങനെ 5 മാർക്സ് അക്രോസ് പേപ്പേഴ്സ് വരുമ്പോൾ അഗെയിൻ 20 മാർക്സ്, വിച്ച് ഇസ് എ ഹ്യൂജ് ഡിഫറൻസ്, റൈറ്റ്? അപ്പോൾ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇനി തൊട്ട് എഴുതുമ്പോൾ. ഓക്കെ, പൊട്ടൻഷ്യൽ ഹസാർഡ്സ് ഓഫ് ട്രാൻസിഷൻ. ഓക്കെ, സൈബർ സെക്യൂരിറ്റി റിസ്ക്, ഡേറ്റ പ്രൈവസി ഇഷ്യൂ, സെയിം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. സീരിയസ് സോഷ്യൽ കൺസേൺസ്, സർവീസ് ഡിസ്റപ്ഷൻ, യൂസർ കോസ്റ്റ് ആൻഡ് കംപ്ലയൻസ്. ഓക്കെ, അതായത് ഈ ടെക്നോളജിയിൽ നിന്ന് അടുത്ത ടെക്നോളജി, സാറ്റലൈറ്റ് ടെക്നോളജിക്ക് പോകുമ്പോൾ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറൽ ചേഞ്ചസ് വരേണ്ടി വരും. കാറിൽ ഒരുപാട് കാര്യങ്ങൾ, കോമ്പണൻസ്, ഒരു എക്സ്ട്രാ കോമ്പണൻറ്റ് വരും അല്ലേ? പിന്നെ ഡിജിറ്റൽ സെക്യൂരിറ്റി റിസ്ക് ഉണ്ട്, എക്സെട്ര. ഓക്കെ, ഇതിൽ ഒരുപാട് എഴുതാനുള്ള സ്പേസ് ഇല്ല, കാരണം സബ്സെക്ഷൻ ഒരുപാടുണ്ട്. അപ്പോൾ ഇനിയൊരു വേ ഫോർവേഡൊക്കെ എഴുതാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ കൺക്ലൂഷനിൽ തന്നെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഒരു വേ ഫോർവേഡ് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഒരു നല്ല പോസിറ്റീവ് കൺക്ലൂഷൻ കൊണ്ടുവന്നിട്ട് കൺക്ലൂഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ എന്താ എഴുതിയ കൺക്ലൂഷൻ, എന്താ എഴുതിയ? What did you write? Already someone has asked. Conclusion, challenge and way forward കൊടുത്താൽ പോരെ. കൺക്ലൂഷനിൽ ചലഞ്ചും വേ ഫോർവേഡും കൂടെ നടക്കില്ല. കൺക്ലൂഷനിൽ വേ ഫോർവേഡ് നടക്കും, ബട്ട് ചലഞ്ച് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതേണ്ടി വരും. ഓക്കെ, എന്താ എഴുതിയ കൺക്ലൂഷൻ? എഴുതിയില്ലേ? എഴുതിയില്ല, സമയം കിട്ടിയില്ല എഴുതാൻ. ഓക്കെ, നൈസ് മൂവ്. ശരി, ഞാൻ ചോദിക്കില്ലല്ലോ. ഡിജിറ്റൽ യൂണിവേഴ്സൽ ഡിജിറ്റൽ ഇൻക്ലൂഷൻ ഫേസ്ഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, സോ ഇത് ബേസിക്കലി വേ ഫോർവേഡാണ്. റോബസ്റ്റ് സൈബർ സെക്യൂരിറ്റി, സ്ട്രിക്റ്റ് ഡേറ്റ ആൻഡ് പ്രൊട്ടക്ഷൻ ലോസ്, യൂണിവേഴ്സൽ ഡിജിറ്റൽ ഇൻക്ലൂഷൻ ഫേസ്ഡ് ഇംപ്ലിമെൻറ്റേഷൻ. അഗെയിൻ ബേസിക്കലി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, അങ്ങനെ ചെയ്താൽ ഇത് മച്ച് ബെറ്റർ ആയിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഫ്യൂച്ചറിസ്റ്റിക് ആണല്ലോ, ഇനി വരാൻ പോകുന്ന സാധനമാണല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഇതൊക്കെ കൺസിഡറേഷനിൽ എടുക്കണം വെൻ ഇംപ്ലിമെൻറ്റിങ് ഇറ്റ് നേഷൻ വൈഡ് എന്നുള്ളതാണ്. പിന്നെ ഇതിലൊരു അഡീഷണൽ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പൈലറ്റായിട്ട് ഒരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഏതൊരു ഹൈവേയിൽ മുംബൈയിലെവിടെയോ ഇത് ഓൾറെഡി ഇത് പൈലറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദിത്യ ശ്രീവാസ്തവയുടെ ആൻസേഴ്സിൽ ഞാൻ കണ്ടൊരു സംഭവമാണ്. പുള്ളി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരും. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആൻസറിൽ അത് എവിടെയും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ പുള്ളി എന്ത് ചെയ്യും, സൈഡിൽ ഒരു ബോക്സ് വരച്ചിട്ട് കേസ് സ്റ്റഡി എന്ന് എഴുതിയിട്ട് അതിൻ്റെ അകത്ത് എഴുതി വയ്ക്കും. അതിന് ഹാഫ് മാർക്ക് കിട്ടും, കാരണം വേറെ ആരും അത് ചെയ്യില്ല. മനസ്സിലായോ? അപ്പോൾ സൈഡിൽ കേസ് സ്റ്റഡി പൈലറ്റ് മോഡൽ ഇൻ മുംബൈ ഹൈവേ എന്ന് എന്തെങ്കിലും എഴുതി വയ്ക്കും. അപ്പോൾ ദിസ് വിൽ ആക്ച്വലി ഗിവ് യു അഡീഷണൽ മാർക്സ്. എനിക്കറിയാം ഇത് എക്സാമിൻ്റെ ഇടയിൽ നിങ്ങൾ ചിന്തിക്കില്ല, ചിലപ്പോൾ കൺക്ലൂഷൻ എഴുതി കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഓർമ്മ വരും ഇങ്ങനെയുണ്ട്. അപ്പോൾ സംവെയർ യു ഫൈൻഡ് സ്പേസ്, ഡ്രോ എ ബോക്സ്, റൈറ്റ് ഇറ്റ് ഡൗൺ. ഓക്കെ, ഐ നോ എഴുതി തീരാൻ തന്നെ സമയം ചലഞ്ചാണ്, ബട്ട് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും നിങ്ങൾ 2 മിനിറ്റ് മുന്നേ അല്ലെങ്കിൽ 1 മിനിറ്റ് മുന്നേ 30 സെക്കൻഡ് മുന്നേ എഴുതി തീരുന്നൊരവസ്ഥയിൽ നിങ്ങളിത് ചെയ്യാൻ നോക്കൂ, നല്ലതായിരിക്കും. ഓക്കെ, ഓൾ റൈറ്റ്. സോ ഇതിലൊരാളൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, കൺസെഷൻസ് ടു അഗ്രി എന്നുള്ളത്. അത് എനിക്ക് എന്താണെന്ന് എക്സാക്ട്ലി മനസ്സിലായില്ല, ബട്ട് അതൊന്നും എനിക്കൊരു പോയിന്റ് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ചെയ്യാവുന്ന വേറൊരു സംഭവം, ബേസ്ഡ് ഓൺ എ പേഴ്സൺസ് ഇൻകം പ്രൊഫൈൽ വേണമെങ്കിൽ ഇതിനെന്ത് ചെയ്യാം, ഈ ടോൾ കളക്ഷനെ പ്രോഗ്രസീവ് ആക്കാം. അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ യുവർ വെഹിക്കിൾ മോഡ്, നിങ്ങൾ EV ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസെഷൻ തരാം. അപ്പോൾ ഈ സാറ്റലൈറ്റ് ടോൾ കളക്ഷൻ്റെ ഗുണം അതാണ്, നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങളെ ടോൾ ചെയ്യാം. നിങ്ങൾ EV ആണെങ്കിൽ നിങ്ങൾ കുറച്ച് എമിഷൻസ് അല്ലേ ഇടുന്നുള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് കുറവ് ടോൾ. നിങ്ങൾ ഡീസൽ വണ്ടിയാണെങ്കിൽ കൂടുതൽ ടോൾ. അല്ല, ഞാൻ പറഞ്ഞ ബിഹേവിയറൽ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി ഒരു മോഡലായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അത് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കണ്ട, അതിവിടെ പറയണ്ട. അത് ഇൻ്റർവ്യൂ പോകുമ്പോൾ നമുക്ക് നോക്കാം പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ. ഐ എം സെയിങ് എന്ത് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയിൻറ്റ്സ് കിട്ടില്ല. അങ്ങ് എഴുതണം. വായിക്കുന്ന ആളും ഇത് പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആളൊന്നും ആയിരിക്കില്ല. അപ്പോൾ അവർ നോക്കുമ്പോൾ കൊള്ളാലോ, മാർക്ക് കിട്ടി. അവർ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡാണ് ആ പോയിന്റ് വായിക്കുന്നത്. സോ യു ക്യാൻ റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതിലെഴുതിയ കൺസെഷൻ ടു അഗ്രി എന്നാണ്. അപ്പോൾ കൺസെഷൻസ് ക്യാൻ ബി ഗിവൺ ടു ഫാമേഴ്സ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല.
പ്രാക്ടിക്കലിറ്റി നോക്കണ്ട. Okay, but it can be done. Okay, introduce the concept of artificial intelligence. How does AI help clinical diagnosis? Do you perceive any threat to privacy of individual in the use of AI in healthcare? Okay, അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു? ഡെഫിനിഷൻ എഴുതി. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു കോട്ട് വല്ലതും കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. ആരെങ്കിലും പറഞ്ഞ ഒരു വാട്ട് ഇസ് AI എന്നുള്ളതിനെക്കുറിച്ചൊരു കോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, എന്നിട്ട് നിങ്ങൾ കോൺസെപ്റ്റ്, കാരണം ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് AI എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഡിഫൈൻ എന്നല്ല. അപ്പോൾ നിങ്ങൾ ആ കോൺസെപ്റ്റിനെ ഒരു കോട്ട് വെച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് മൈറ്റ് സൗണ്ട് മച്ച് ബെറ്റർ. അപ്പോൾ ഇങ്ങനത്തെ ചില ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, വിമൻ, AI, പിന്നെ ഇൻറ്റേർണൽ സെക്യൂരിറ്റിയിൽ ഇപ്പോൾ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം, അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സിൽ നിങ്ങൾക്ക് ഒരു കോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ യു ക്യാൻ, ഇപ്പോൾ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റിൻ്റെ കോട്ടുണ്ട് മൻമോഹൻ സിംഗിൻ്റെ, ദാറ്റ് ഏറ്റവും വലിയ ത്രെട്ടാണ് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഇതിലേക്ക് വന്നോളൂ, ടു വാട്ട് എവർ ഇസ് ബീങ് ആസ്ഡ്. അപ്പോൾ AI ഡെഫിനിഷൻ പറയണം, മാത്രമല്ല AI ടെക്നോളജിയും കൂടെ പറയണം. എന്ത് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഈ AI സിസ്റ്റംസ് ഡെവലപ്പ്, ലാർജ് ലാംഗ്വേജ് മോഡൽസ്, പിന്നെ എന്താ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്, ഡീപ്പ് ലേണിംഗ്, മെഷീൻ ലേണിംഗ്. ഓക്കെ, ആ ഒരു സംഭവം എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പറഞ്ഞ പോലെ സ്പൈഡർ ഡയഗ്രം വരച്ചിട്ട് പല കോമ്പണൻസ് ഓഫ് AI അല്ലെങ്കിൽ ടെക്നോളജി ബിഹൈൻഡ് AI എന്ന് പറഞ്ഞിട്ട് എഴുതി വയ്ക്കാം. അപ്പോൾ തന്നെ നിങ്ങൾ ആ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓൾ റൈറ്റ്, ഇനി then you come to the topic AI in. So the question can be, okay, how do we separate, like divide these three? ഇതൊരു 15 മാർക്കർ ആയിരുന്നില്ലേ? ഇപ്പോൾ എത്ര സ്പേസ് ബഡ്ജറ്റിംഗ് കൊടുക്കണം എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആവാം. അപ്പോൾ how does AI help clinical diagnosis? Do you perceive any threat to the privacy of individual in the use of AI in healthcare? But here there are 3 pages, right? So ഇതിൽ ഫസ്റ്റ് പാർട്ട് ഇസ് AI. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹാഫ് പേജ് എടുക്കാം, ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് AI. ഇനി 1 പേജ് എടുത്താലും കുഴപ്പമില്ല, കാരണം ഇനി വരാൻ പോകുന്ന ടോപ്പിക് എന്താ, ഹൗ ഡസ് AI ഹെൽപ്പ് ഇൻ ക്ലിനിക്കൽ ഡയഗ്നോസിസ്, പിന്നെ അതിൻ്റെ ത്രെറ്റാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നിങ്ങൾക്ക് ആക്ച്വലി ഒരു 1.5 പേജിൽ കൊള്ളിച്ചിട്ട് വേ ഫോർവേഡും കൊടുത്ത് കൺക്ലൂഡ് ചെയ്താലും കുഴപ്പമില്ല. ബിക്കോസ് അവർ പറഞ്ഞിട്ടില്ലല്ലോ എത്ര പേജ് യൂസ് ചെയ്യണമെന്ന്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം ഒരു 1 പേജ് വേണമെങ്കിൽ. ഓക്കെ, ഇനി അധികം പോയിൻറ്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഹാഫ് പേജ് ആൻഡ് ദെൻ യു ക്യാൻ സ്റ്റാർട്ട്. അപ്പോൾ 1 പേജ് ആണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കൊടുക്കും? ടെക്നോളജി കൊടുക്കാം, പിന്നെ എന്ത് പറയാൻ പറ്റും, AI ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എഴുതിയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് മെൻഷൻ ചെയ്യാം. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് മൊത്തത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ് ഇൻ ക്ലിനിക്കൽ ഡയഗ്നോസിസ്? അപ്പോൾ AI ഇൻ ക്ലിനിക്കൽ ഡയഗ്നോസിസ് എന്തൊക്കെയാണ്? ഇമേജ് ഡിറ്റക്ഷൻ. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ഇത് ക്യാൻസർ സെൽ അത് എഴുതാം. ഡിസീസ് ഡയഗ്നോസിസ് ബേസ്ഡ് ഓൺ ഡേറ്റ, ഡയഗ്നോസ്റ്റിക് ഡേറ്റ. സോറി, ബോട്ട്സ് യൂസ് ചെയ്യാം ഫോർ തെറാപ്പി അല്ലെങ്കിൽ ഫോർ മെൻ്റൽ ഹെൽത്ത് പേഷ്യൻസിനെ അസിസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. പിന്നെ അസിസ്റ്റഡ് സർജറീസ് ഉണ്ടാവാം, റോബോട്ടിക് ആംസ്, അതുപോലെ ടെലിമെഡിസിൻ്റെ ആസ്പെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതായത് ഓപ്പറേറ്റർ ഒരു സ്ഥലത്തായിരിക്കും ഇരിക്കുന്നത്, സർജറി നടക്കുന്നത് വേറെ സ്ഥലത്തായിരിക്കും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. സോറി ഡയഗ്നോസിസ് ആണല്ലേ, സോറി മാറിപ്പോയി. അപ്പോൾ മറ്റേത് പറ്റില്ല, ട്രീറ്റ്മെൻറ്റ് പറ്റില്ല, ഞാൻ വിട്ടുപോയി. ഓക്കെ, അപ്പോൾ ഡയഗ്നോസിസ് മാത്രമാണ്. അപ്പോൾ ഇമേജിങ് ആൻഡ് പാറ്റേൺ റെക്കഗ്നിഷൻ, പിന്നെ ഫുൾ അപ്പോൾ ഡേറ്റ റിലേറ്റഡ് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് മറ്റേതൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ഈ പറഞ്ഞ ബോട്ട് യൂസ് ചെയ്യാം ബേസിക്കലി ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കൺസൾട്ടേഷൻ ആൻഡ് ഡയഗ്നോസിസ്. ടെലിമെഡിസിൻ പറയാം, ബേസിക്കലി അഗെയിൻ ഡയഗ്നോസിസ് എന്നുള്ളൊരു ആസ്പെക്റ്റിൽ. പിന്നെ അത് പറ്റും. ഈ എപ്പിഡമിക് എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് മോഡൽസ് ഡെവലപ്പ് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ സ്പ്രെഡും കാര്യങ്ങളും ഇത് ചെയ്യാൻ പറ്റും, അസസ് ചെയ്യാൻ പറ്റും. പിന്നെ പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ്, റിമോട്ട് ആൻഡ് കണ്ടിന്യൂസ് മോണിറ്ററിങ്, ഫാസ്റ്റർ ഡ്രഗ് ഡിസ്കവറി. പിന്നെ വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം, കസ്റ്റമൈസ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും.
അല്ലേ? നിങ്ങൾ ഫുൾ ബോഡി സ്കാൻ ആൻഡ് കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള തെറാപ്പി കാര്യങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡയഗ്നോസിസ് എന്നാണ് ആദ്യത്തെ ഒരു 4-5 പോയിന്റ് നിങ്ങൾ ഡയഗ്നോസിസ് എഴുതിയിട്ട് നിങ്ങൾക്ക് പോയിന്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ 2-3 എഴുതിക്കോ. മെഡിക്കൽ ഹിസ്റ്ററി വെച്ചിട്ടുള്ള ഡയഗ്നോസിസ് നമുക്ക് പറയാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇത് ലിങ്ക് ചെയ്യാം. നമ്മുടെ ഡിജിറ്റൽ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ പോളിസി ഉണ്ടല്ലോ, അതിലേക്ക് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാം. മറ്റേ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ, അതിലേക്ക് ഇത് ലിങ്ക് ചെയ്യാം. അങ്ങനെ ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്യാമെന്ന് എഴുതാം. ഓക്കെ. പിന്നെ ഒരു റിസർച്ച് ആസ്പെക്റ്റും കൂടെ കൊണ്ടുവരാം. അതായത് ഡയഗ്നോസിസ് ഇസ് ബേസ്ഡ് ഓൺ റിസർച്ച്, റൈറ്റ്? അപ്പോൾ AI ക്യാൻ ആക്ച്വലി എയ്ഡ് ഇൻ ഇംപ്രൂവിങ് റിസർച്ച് വിച്ച് ഇൻ ടേൺ വിൽ ഹെൽപ്പ് ഇൻ ബെറ്ററിങ് the diagnosis process. ഓക്കെ, പ്രൈവസി. ഓക്കെ, ഇനി ഇതിൽ എന്തൊക്കെയാണ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി കൺസേൺസ് എന്നാണ്. സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ബേസിക്കലി 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് ഈ പേഷ്യൻറ്റിൻ്റെ പ്രൈവസി. ഓക്കെ, ആ ആളുടെ ഒരു പേഴ്സണൽ പ്രൈവസി ഉണ്ട് ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിനും കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ആ പേഴ്സണൽ പ്രൈവസി ഓഫ് ദ പേഷ്യൻറ്റ് ഒരു ആസ്പെക്റ്റാണ്. പിന്നുള്ളൊരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റം മൊത്തം സേഫ് ആണോ എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അതാണ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി കൺസേൺസ്. ഇപ്പോൾ സെക്യൂരിറ്റി കൺസേൺസ് എന്താ? ഡേറ്റ ബ്രീച്ച്, പിന്നെ റീപർപ്പസിങ് ഓഫ് ഡേറ്റ. ദിസ് ഡേറ്റ ക്യാൻ ബി യൂസ്ഡ് ബൈ മെഡിക്കൽ കമ്പനീസ് ഫോർ സജസ്റ്റിംഗ് അല്ലെങ്കിൽ ഗിവിങ് യു ടാർഗറ്റഡ് ആഡ്സ്. ഏതാ? മോഡൽ ട്രെയിനിങ്ങിന് യൂസ് ചെയ്യാം വിത്തൗട്ട് ദ കൺസെൻറ്റ്. അപ്പോൾ അതാണ് ഇൻഫോംഡ് കൺസെൻറ്റ് ഗ്യാപ്സ്. പിന്നെ ആൽഗറിതമിക് ബയസ് ഉണ്ടാവാം. നിങ്ങളെ ഇത് ചെയ്തിട്ട് ബയസ് ചെയ്തിട്ട് വേണമെങ്കിൽ ടാർഗറ്റഡ് ആഡ്സും കാര്യങ്ങളും വരാം. പിന്നെന്താ പറയാൻ പറ്റുക? സേഫ്റ്റി എന്നുള്ളത്, ഈ പ്രൈവസി കൺസേൺസ്. പേഷ്യൻ്റ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അത് റോങ് ആയിട്ടുള്ള ഒരു സജഷൻ കൊടുക്കുന്നു. ഓക്കെ, യെസ്. ഏതാ? യെസ്. അതായത് ഇവർ നോർമൽ കാറ്റഗറി ആയിരിക്കും എടുക്കുക. അവർ ബ്രോഡായിട്ടുള്ള എക്സ്ട്രീംസിലുള്ള ആൾക്കാരെ എടുക്കാതെ വരുമ്പോഴുള്ള പ്രോബ്ലംസ് അത് വരാം. പിന്നെ ഓക്കെ, എന്താ സജഷൻസ് ഹാവ് ബീൻ ഗിവൺ. application okay, monitoring diet useful for elderly, used in regular checkups etc. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളും കൂടെ മറ്റേലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഓൾ റൈറ്റ്. പിന്നെ വേ ഫോർവേഡ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇത്ര എഴുതി. ഇനി നമ്മൾ എന്ത് വേ ഫോർവേഡ് കൊണ്ടുവരും? ഒരു 4-5 വേ ഫോർവേഡ് എഴുതാൻ പറ്റും. സോ വെൻ യു ആർ റൈറ്റിംഗ് വേ ഫോർവേഡ് ഫോർ സച്ച് എ ബ്രോഡ് ടോപ്പിക്, ഓക്കെ, സ്റ്റാർട്ട് ഫ്രം പോളിസി, ലോ, then come to schemes and then implementation. ഇപ്പോൾ എപ്പോഴും ആ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ദർ ഹാസ് ടു ബി എ ലാർജർ പോളിസി ദെൻ ലോ. എപ്പോഴും ആദ്യം ഒരു പോളിസി ഉണ്ടാവും. ആ പോളിസിയുടെ ബേസിസിലായിരിക്കും ലോ വരിക. ഈ ലോയിൻ്റെ ബേസിസിലായിരിക്കും സ്കീംസ് വരിക. ഈ സ്കീംസിൻ്റെ ബേസിസിൽ നമുക്കൊരു ഇംപ്ലിമെൻറ്റേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്യാൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വേ ഫോർവേഡ് ഒരു സ്ട്രക്ചർ വരും എപ്പോഴും. ഓക്കെ, പ്രിഡിക്റ്റീവ് മോഡൽ വേ ഫോർവേഡ് ആയിട്ടാണോ ഉദ്ദേശിച്ചത്? ഓക്കെ, സോ റോബസ്റ്റ് റെഗുലേഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഇപ്പോൾ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് പറയാം. അതിന് മുകളിൽ വേണമെങ്കിൽ നമുക്ക് ഡിജിറ്റൽ ഹെൽത്ത് പോളിസി, ഒരു റീവാംഡ് ഡിജിറ്റൽ ഹെൽത്ത് പോളിസി വേണം. അഡ്രസ്സിങ് AI കൺസേൺസ് എന്നുള്ളത് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. എന്നിട്ട് ഡേറ്റ പ്രൊട്ടക്ഷൻ ലോയിൽ കുറച്ചും കൂടെ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരണം. അപ്പോൾ അവിടെ ക്ലിനിക്കൽ ഡയഗ്നോസിസ് പോലത്തെ കാര്യങ്ങളിൽ ഫോക്കസ് വരണം നമുക്ക് മെൻഷൻ ചെയ്യാം. പിന്നെ പ്രൈവസി ബൈ ഡിസൈൻ ആൻഡ് എൻക്രിപ്ഷൻ, അതായത് എല്ലാ സിസ്റ്റംസും ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ പ്രൈവസി ആസ്പെക്റ്റും കൂടെ കൺസിഡർ ചെയ്യണം. എൻക്രിപ്ഷൻ മോഡൽസ് വേണം. പിന്നെ ട്രാൻസ്പെറൻസി ആൻഡ് ഓഡിറ്റബിലിറ്റി. അപ്പോൾ ഈ സിസ്റ്റം എന്തായിരിക്കണം? ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ദിസ് AI ഷുഡ് നോട്ട് ബി, ഇപ്പോൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സിൻ്റെ സൈറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് ഇൻഫോസിസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇൻഫോസിസ് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പബ്ലിക് ഗുഡ്സ് അല്ലേ? എല്ലാവർക്കും അറിയാൻ പറ്റണം അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു സിസ്റ്റം ആണോ. അല്ലാണ്ട് അതിൻ്റെ അകത്ത് ഇൻകം ടാക്സ് പിന്നെ ഇൻഫോസിസുകാർ മാത്രം ചെയ്യുമ്പോൾ അത് ഇൻകം ടാക്സ് കുറയുന്ന അവസ്ഥ വരരുത് അല്ലേ? അപ്പോൾ അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. എല്ലാവർക്കും അത് ആക്സസിബിൾ ആയിരിക്കണം ആ സംഭവം.
അപ്പോൾ ഈ ഒരു ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പ്രൈവറ്റ് എൻറ്റിറ്റീസ് ഇത് ചെയ്യുമ്പോൾ, സിൻസ് public health is a public concern, even if private companies are doing it, it should be largely transparent and should be auditable by the government or government authorized entities. ആ ഒരു ആസ്പെക്റ്റാണ്. അപ്പോൾ ഇതൊരു ഇംപ്ലിമെൻറ്റേഷൻ പെർസ്പെക്റ്റീവാണ്. നമ്മൾ ലോ പറഞ്ഞു, ഡിസൈൻ ഓഫ് ദാറ്റ് സിസ്റ്റം പറഞ്ഞു, പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്. ഇംപ്ലിമെൻറ്റേഷൻ വരുമ്പോൾ അത് നോക്കണം. പിന്നെ എത്തിക്കൽ ആൻഡ് ഇൻക്ലൂസീവ് ഡാറ്റാ സെറ്റ്സ് അഗെയിൻ ഒരു ഇംപ്ലിമെൻറ്റേഷൻ പെർസ്പെക്റ്റീവാണ്. ഓക്കെ, പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ ആൻഡ് കൺസെൻറ്റ് മാനേജ്മെൻറ്റ്. ഓക്കെ, ഇതൊക്കെ ഉണ്ടെങ്കിലും എന്തായിരിക്കണം, ആൾക്കാരും ഇതിൽ അവെയർ ആയിരിക്കണം, എന്നാൽ മാത്രമേ അവർക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സൈഡും നോക്കണം. AI can dramatically enhance accuracy, speed and personalization. ഓക്കെ, എന്താ എഴുതിയ കൺക്ലൂഷൻ? എന്താ എഴുതിയ കൺക്ലൂഷൻ? എഴുതിയില്ല. That can be said. അതായത് ഒരു സ്മൂത്തർ ട്രാൻസിഷൻ ആയിരിക്കണം ടു AI based systems rather than ആൻഡ് AI ഹ്യൂമൻ അസിസ്റ്റഡ് AIs ആയിരിക്കണം ഒരു മീഡിയം ടേമിലെങ്കിലും നമ്മളുടെ ഇത് കംപ്ലീറ്റ്ലി AIക്ക് കൊടുക്കരുത് എന്നുള്ളൊരു ഇത് പറയാം. സോറി, SDG 3 മെൻഷൻ ചെയ്യാം. ഓക്കെ, പിന്നെ ഇപ്പോൾ AIക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമ്മിറ്റ്സ് നടന്നിരുന്നു. ഇപ്പോൾ പാരീസിൽ സമ്മിറ്റ് നടന്നു, അതുപോലെ എനിക്ക് തോന്നുന്നു സൗത്ത് കൊറിയയിൽ ഒരു സമ്മിറ്റ് നടന്നിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും സമ്മിറ്റ്സ്, എനിക്ക് എക്സാക്ട്ലി ഏതാണെന്ന് അറിയില്ല, ബട്ട് ഈ ബ്രോഡായിട്ടുള്ള എന്തെങ്കിലും ഗൈഡ് ലൈൻസ്. പിന്നെ എനിക്ക് തോന്നുന്നു WHO ആണോ വേൾഡ് ബാങ്കിൻ്റെ ആണോ ഒരു ഡിജിറ്റൽ എത്തിക്സ് എത്തിക്സ് ഇൻ AI എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ അത് മെൻഷൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ബ്രോഡ് AI ബേസ്ഡ് ഗൈഡ് ലൈൻസ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം. ഐ തിങ്ക് ഓക്കെ, ഒരുപാട് പേര് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും പറയാം, ഇപ്പോൾ EU പറയാം, അല്ലെങ്കിൽ EU മോഡലുണ്ട് ഫോർ AI ലോ ഉണ്ട് അവർക്ക്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് ഒരുപാട് കൺട്രീസിൽ യൂസ് ചെയ്യാമെന്ന് പറയാം. അല്ലെങ്കിൽ വേൾഡ് ബാങ്കിൻ്റെയോ അല്ലെങ്കിൽ WHOൻ്റെയോ എത്തിക്കൽ AI ഇൻ ഹെൽത്ത് എന്നുള്ള പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യാമെന്ന് പറയാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു മോഡൽ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇറ്റ് വിൽ സൗണ്ട് എ ലിറ്റിൽ മോർ അതോറിറ്റേറ്റീവ്. ഓക്കെ, ഓക്കെ, മാൻ ഇൻ ദ ലൂപ്പ്. ബേസിക്കലി നേരത്തെ പറഞ്ഞതാണ് അസിസ്റ്റഡ് ഹ്യൂമൻ എന്നുള്ളത്. പിന്നെ സൈബർ അറ്റാക്ക്. ഓക്കെ, next question is, India aims to become a semiconductor manufacturing hub. What are the challenges faced by the semiconductor industry in India? What are the challenges faced by semiconductor in India? Mention the salient features of India semiconductor mission. ഇപ്പോൾ 15 മാർക്കാണ്. അഗെയിൻ ഈ ക്വസ്റ്റ്യൻ സെയിം സംഭവമാണ്. ഫസ്റ്റ് ലൈൻ എന്താണ്? ഒരു ക്വസ്റ്റ്യൻ അല്ല, ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ, ആ സ്റ്റേറ്റ്മെൻറ്റ് പോർഷനെ നമ്മൾ ഇനീഷ്യലി ഒന്ന് അഡ്രസ്സ് ചെയ്ത് വിടണം. ഇൻട്രോ പ്ലസ് എന്തെങ്കിലും ഒരു ഡയഗ്രാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇൻട്രോ എന്താ എഴുതിയത് നിങ്ങൾ? ഇല്ല, വികസിത് ഭാരത് എഴുതി. മേക്ക് ഇൻ ഇന്ത്യ വെച്ച് കണക്ട് ചെയ്യാം. പിന്നെയോ മേക്ക് ഇൻ ഇന്ത്യയും വികസിത് ഭാരതും രണ്ടും വെച്ച് കണക്ട് ചെയ്യാം. പിന്നെ സോറി ആത്മനിർഭർത പറയാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ ഒരു സിറ്റുവേഷൻ പറയാം. അതായത് ഇന്ത്യ ഇസ് ഹെവിലി ഡിപ്പെൻഡൻറ്റ് ഓൺ അതർ കൺട്രീസ് ഫോർ ഇറ്റ്സ് സെമി കണ്ടക്ടർ ഇമ്പോർട്ട്സ്. ആൻഡ് അതുകൊണ്ട് തന്നെ ആൻഡ് ഇൻ ദിസ് ഡിജിറ്റൽ വേൾഡ് dependence on other countries, especially in times of supply chain disruptions, semiconductor in-house manufacturing is necessary.
അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇന്ത്യ എങ്ങനെയാണ് സെമികണ്ടക്ടർ മാനുഫാക്ചറിങ് ഹബ്ബ് ആവാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സ്പൈഡർ ഡയഗ്രാം അല്ലെങ്കിൽ ഒരു സൺ ഡയഗ്രാം കൊടുക്കാം. അതായത് എങ്ങനെയായിരിക്കും സെമികണ്ടക്ടർ മാനുഫാക്ചറിങ് ഹബ്ബ് ആവാൻ ഉദ്ദേശിക്കുന്നത്? ഒന്ന് ഇൻഹൗസ് ഡിസൈൻസ്, അപ്പോൾ R&D ഡെവലപ്മെൻറ്റ് ഒരു എയിം ആയിരിക്കും. പിന്നെ ഇൻഹൗസ് മാനുഫാക്ചറിങ് ഒരു എയിം ആയിരിക്കും അല്ലേ? ഇന്ത്യൻ ഡിസൈൻസ്, ഇന്ത്യൻ കമ്പനീസ് ഇൻവെസ്റ്റിംഗ് ഇൻ മാനുഫാക്ചറിങ്. പിന്നെ ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഫോർ സ്റ്റാർട്ടപ്സ്, ഇൻഡിജിനസ്, ഈ ഡിസൈൻ അതിലും ഡിസൈനിൽ തന്നെ എഴുതാം ഇൻഡിജിനസ് ടെക്നോളജി എന്നുള്ള സംഭവം. യെസ്, എല്ലാം ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയാലും നമുക്ക് നല്ല കോപ്പറേഷൻ വേണം. കാരണം ഒരു കൺട്രിക്ക് ഫുള്ളായിട്ട് എല്ലാം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യു നീഡ് ഇൻ്റർനാഷണൽ കോപ്പറേഷൻ വിത്ത് അതർ കൺട്രീസ് വിത്ത് റിലയബിൾ പാർട്ട്നേഴ്സ് റാദർ ദാൻ ഇപ്പോൾ ചൈന പോലത്തെ ഒരു പാർട്ട്ണറിൻ്റെ നമ്മൾ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര റിലയബിൾ ആയിരിക്കില്ല. റിലയബിൾ ആയിട്ടുള്ള പാർട്ട്നേഴ്സായിട്ട് കോപ്പറേഷൻ. ഇപ്പോൾ ഒരു 4-5 പോയിന്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതുക. എന്നിട്ട് മേ ബി യു ക്യാൻ ഗിവ് സം ഡേറ്റ ഓൾസോ. അതായത് ഇപ്പോൾ ഇന്ത്യ ഇത്രയും ആണ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്ങിൽ ഇന്ത്യയുടെ സൈസ്, എക്കോണമീൻ്റെ സൈസ്, അത് ഇത്രയാക്കി ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നു വല്ലൊരു, അപ്പോൾ അതും കൂടെ ഒരു എയിമായിട്ട് വെക്കാം. ഓക്കെ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ $100 billion by 2030 എന്നുള്ളൊരു ഒരു ഡേറ്റ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് അബൌട്ട് $45 billion ടുഡേ. സോഴ്സ് ഹാസ് നോട്ട് ബീൻ മെൻഷൻഡ്. ഓക്കെ, പ്രിഫറബിളി സോഴ്സ് മെൻഷൻ ചെയ്യാൻ നല്ലതാണ്. ബട്ട് ഇഫ് യു ഡോണ്ട് ഹാവ് എനി സോഴ്സ് യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ലൈക്ക് ദിസ് ആസ് വെൽ. ഓക്കെ, ടു റെഡ്യൂസ് ഹെവി ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ് ആൻഡ് സെക്യൂർ ക്രിട്ടിക്കൽ സപ്ലൈ ചെയിൻസ് ഇന്ത്യ ലോഞ്ച് ദി ഇന്ത്യ. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്തു. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എന്ത് കോണ്ടെക്സ്റ്റിനാണ് ഈ ഇന്ത്യ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് ഹബ്ബ് ആവാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറയണം. ഓക്കെ, ഈ ഡിപ്പെൻഡൻസ് കുറയ്ക്കാനും അതുപോലെ തന്നെ സപ്ലൈ ചെയിൻസിൽ നിന്നുള്ള ഡിസ്റപ്ഷൻസ് അവോയ്ഡ് ചെയ്യാനും കൂടിയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, വിത്ത് ആൻ ഔട്ട്ലേ ഓഫ് 76,000 crore. അത് പിന്നെ മെൻഷൻ ചെയ്താലും മതി. സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷൻ പറയുമ്പോൾ യു മെൻഷൻ ദി എമൗണ്ട് ആൻഡ് ഓൾ. ഇഫ് യു ഡോണ്ട് നോ ഇറ്റ്സ് ഓക്കെ, ലീവ് ഇറ്റ്. ചലഞ്ചസ് ഫേസിംഗ് ദ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് ഇൻ ഇന്ത്യ എന്തൊക്കെയാണ് നിങ്ങൾ എഴുതിയത്? റോ മെറ്റീരിയൽസ്, യെസ്, അതായത് റെയർ എർത്തും ക്രിട്ടിക്കൽ മിനറൽസും ആവശ്യമാണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഹൈ കോസ്റ്റ് ആണ്, കാരണം ഇതിന് ഒരു ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. കാരണം ഇതിൻ്റെ മാനുഫാക്ചറിങ് ആയാലും ഡിസൈൻ ആണെങ്കിലും ഇതിനൊക്കെ ഒരു ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, വിച്ച് മെനി കമ്പനീസ് മേ നോട്ട് ബി വില്ലിംഗ് ടു ഡു. അപ്പോൾ ആ ഹൈ കോസ്റ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഫാക്ടറാണ്. പിന്നെ ഫാബ് ലാബ്സും ക്ലീൻ റൂംസും കുറവാണ്. അതാണ് ക്ലീൻ റൂംസ് പറയും നമ്മൾ, സെമി കണ്ടക്ടർ ക്ലീൻ റൂംസ്. അത് ഡെവലപ്പ് ചെയ്യാൻ ഇപ്പോൾ കേരള ഹാസ് ഡെവലപ്ഡ് സെമി കണ്ടക്ടർ ക്ലീൻ റൂം ഹിയർ ഇൻ ആർ ടെക്നോ പാർക്ക് ഏരിയ ട്രിവാൻഡ്രത്ത്. അപ്പോൾ അങ്ങനത്തെ ക്ലീൻ റൂംസ് ഇനിയും കൂടുതൽ ഡെവലപ്പ് ചെയ്യണം. ബേസിക്കലി ക്ലീൻ റൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഫൈൻ ടെക്നോളജിയാണ്. അപ്പോൾ അതിന് എൻവയൺമെൻറ്റൊക്കെ ഭയങ്കര ക്ലീനും കാര്യങ്ങളൊക്കെ ആയിരിക്കണം. അപ്പോൾ ഇത് മാനുഫാക്ചർ ചെയ്യുന്ന ലാബ്സും അങ്ങനത്തെ ആയിരിക്കണം. അതിനാണ് സെമി കണ്ടക്ടർ ക്ലീൻ റൂംസ് എന്ന് പറയുക. അപ്പോൾ അത് വേണം, അത് കൂടുതൽ നമുക്ക് വേണം. അത് ഭയങ്കര ഹൈ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റും ഹൈ ആണ്. പിന്നെന്താ പറയാൻ പറ്റുക? ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ് ഇൻ വാട്ട് സെൻസ്? ഓക്കെ, ചൈനീസ് ഇമ്പോർട്ട്സ് ഓഫ് ദി മെറ്റീരിയൽ, അതായത് ഇതിനൊരു വയബിലിറ്റി ഇഷ്യൂ ഉണ്ട് ഫോർ മാനുഫാക്ചറിങ്. അത് അപ്പോൾ ഈ ഗവൺമെൻറ് അത് ബേസിക്കലി മാനുഫാക്ചർ ചെയ്ത് വരുമ്പോൾ അതാണ് സെയിം തിങ്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ദ സെയിം തിങ്. യു ആർ ഇൻവെസ്റ്റിംഗ് ഹെവിലി ഇൻ ക്യാപിറ്റൽ ഇനീഷ്യലി, ദെർഫോർ പ്രോഫിറ്റ് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് കഴിയും. അപ്പോൾ ആ ഒരു വയബിലിറ്റി ഇഷ്യൂ ഓഫ് ദിസ് ഫണ്ടിങ് ഇസ് ദർ, വിച്ച് അഗെയിൻ ഇസ് എ പ്രോബ്ലം. അപ്പോൾ അതൊക്കെ ഇതിലാണ് വരിക. ഹൈ ക്യാപിറ്റൽ കോസ്റ്റ് ആൻഡ് ലോങ് ജസ്റ്റേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ റിസോഴ്സ് നീഡ്സ്, പിന്നെ ടെക്നോളജി ആൻഡ് സ്കിൽ ഗ്യാപ്പ്. സോ വി ഡു നോട്ട് ഹാവ് ദി നെസസറി ടെക്നോളജി ഓക്കെ ആൻഡ് സ്കിൽ ഓഫ് എൻജിനീയേഴ്സ് ഇൻ ഇന്ത്യ ഫോർ ദിസ്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യണം അല്ലേ? അത് ഡെവലപ്പ് ചെയ്യാനും ഒരു വലിയ ചലഞ്ചാണ്. പിന്നെ ഡിപ്പെൻഡൻസ് ഓൺ ഗ്ലോബൽ സപ്ലൈ ചെയിൻസ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ എൻഹാൻസിങ് ഫിനാൻസിങ് ആൻഡ് പോളിസി എക്സിക്യൂഷൻ. നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊരു ഹ്യൂജ് ഫൈനാൻസ് വേണം. അപ്പോൾ കമ്പനീസിന് മാത്രം ചിലപ്പോൾ നടക്കില്ല. അപ്പോൾ ഗവൺമെൻറ് നീഡ്സ് ടു സപ്പോർട്ട് ആസ് വെൽ. സോ ദാറ്റ് ഈസ് എ ഹ്യൂജ് ചലഞ്ച്. ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ദ പോളിസി
basically this will require us to have a lot of multi-faceted policy, not just in terms of infrastructure, but also in terms of IPR, in terms of providing skilling, right skilling. So adinu vendite policies. Appo adinte execution korchu paadayirikkum. Pinne competition, yes, we are facing, നമുക്ക് ഇന്ത്യയിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു എന്താ പറയുക റെസ്ട്രിക്റ്റഡ് എക്കോണമി അല്ല, നമ്മൾ ഒരു ഓപ്പൺ എക്കോണമി. അപ്പോൾ കമ്പനി വിൽ പ്രിഫർ ടു ബൈ ചീപ്പർ ടെക് ഫ്രം ഔട്ട്സൈഡ് ദാൻ കോസ്റ്റ്ലി ടെക് ഫ്രം ഇന്ത്യ ഓർ ഇൻവെസ്റ്റിംഗ് ഇൻ ദാറ്റ്. അപ്പോൾ കമ്പനീസിന് ഇൻസെൻറ്റിവൈസ് ചെയ്യണം ടു ബൈ ഇന്ത്യൻ ടെക് അല്ലെങ്കിൽ ടു ഡെവലപ്പ് ഇന്ത്യൻ ടെക്. അപ്പോൾ അതും ഒരു ചലഞ്ചാണ്. ആൻഡ് you might know the major countries from where semiconductor manufacturing has happened, mainly Taiwan, Japan, South Korea, China, US. ഇതാണ് മേജർ ആയിട്ടുള്ള കൺട്രീസ്. പിന്നെ ടെക്നോളജി, അതായത് സെമികണ്ടക്ടർ മാനുഫാക്ചറിങ് ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരുപാട് കൺട്രീസ് ഉണ്ട്. UK, അതുപോലെ എനിക്കൊന്നു ഫിൻലൻഡ് ആണെന്ന് തോന്നുന്നു, അങ്ങനെ കുറച്ച് കൺട്രീസ് ഉണ്ട്. റൈറ്റ്. സോ ഇതൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്, ഇതും കൂടെ അറിഞ്ഞിരിക്കുക. സോ ദാറ്റ് വെൻ യു റൈറ്റ് യുവർ ആൻസർ പെപ്പർ ദീസ് countries name somewhere. Coming to India Semiconductor Mission, salient features under Ministry of Electronics and IT. One is the fiscal support that is being provided. Okay, government is providing interim corpus of amount for this for various purposes. One is 50% of project cost for semiconductor and display fabs. Then ഒരു digital linked incentive scheme ഉണ്ട്, design linked incentive scheme ഉണ്ട്. Basically നമുക്ക് ഉണ്ട് ഓൾറെഡി ഒരു പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം. അതിൻ്റെ ഐഡിയ എന്താ, എത്ര കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്നോ ആ അഡീഷണൽ പ്രൊഡക്ഷന് എവറി ഇയർ ഉണ്ടാകുന്ന അഡീഷണൽ പ്രൊഡക്ഷന് ഇൻസെൻറ്റീവ് വരും. ഇതെന്ന് പറഞ്ഞാൽ ഡിസൈൻ ലിങ്ക്ഡ്, അതായത് ഡിസൈൻ അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻസസിന് വേണ്ടി കൊടുക്കുന്ന എമൗണ്ട് അതിനെ ഇൻസെൻറ്റിവൈസ് ചെയ്യുക. കാരണം കമ്പനീസ് വിൽ ബി റിലക്റ്റൻറ്റ് ടു ഇൻവെസ്റ്റ് ഇൻ R&D. ഇപ്പോൾ ഇന്ത്യയിൽ നമുക്കറിയാം ഒരു 1% താഴെയാണ് ടോട്ടൽ GDP-യുടെ R&D ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അത് 0.7 എന്നൊക്കെയുള്ള ഡേറ്റ ഉണ്ട്, ബട്ട് ഇത് ആക്യുറേറ്റ് ഡേറ്റ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ലെസ് ദാൻ 1 എന്ന് പറയുന്നത്. വി ഡു നോട്ട് നോ എക്സാക്ട്ലി ഹൗ മച്ച് ദേ ആർ ഇൻവെസ്റ്റിംഗ്, ബിക്കോസ് ഈവൻ ഇഫ് ദേ ആർ ഇൻവെസ്റ്റിംഗ്, ഈ R&D എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നതും പലതും R&D അല്ല. അതാണ് അതിൻ്റെ റിയാലിറ്റി. ഓക്കെ, ഐ വർക്ക്ഡ് ഇൻ എ R&D സെക്ടർ. അപ്പോൾ എനിക്ക് അവിടെ നമ്മൾ R&D എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ R&D എന്ന് പറയുമ്പോഴും ഒരുപാട് സ്റ്റോക്ക് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിയൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ദാറ്റ് is happening in institutes, ഇപ്പോൾ IAS പോലത്തെ IITs പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണ് നടക്കുന്നത്. അത് ശരിക്കും ട്രാൻസ്ഫർ ആവുന്നുണ്ടോ ഇൻ ടു ടെക്നോളജി, ഇൻ ടു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്നുള്ളതും വേറൊരു ക്വസ്റ്റൻ ആണ്. ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്, പക്ഷേ പലതും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് പോകുന്നില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഉണ്ട്. സോ യു ക്യാൻ റൈറ്റ് ലെസ് ദാൻ 1 or you can write this 0.7 etc. But source, I don't know if there is a source for this data. So you write less than 1% of R&D investment as of GDP. ഓക്കെ. പിന്നെ എൻഡ് ടു എൻഡ് എക്കോസിസ്റ്റം ഫോക്കസ്, അതായത് സിസ്റ്റം ഡിസൈൻ ടു സെമികണ്ടക്ടർ മാനുഫാക്ചറിങ് വരെ ഉള്ള ഒരു എൻഡ് ടു എൻഡ് എക്കോസിസ്റ്റത്തിനെ ഇത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതാണ് വേറൊരു ഫീച്ചർ. പിന്നെ എക്സ്പേർട്ട് ലെഡ് ഗവേണൻസ്, ടാലൻറ്റ് R&D ആൻഡ് ഡെവലപ്മെൻറ്റ്, ചിപ്സ് ടു സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം ടു ട്രെയിൻ 85,000 എഞ്ചിനീയേഴ്സ് ഇൻ. അപ്പോൾ സ്കില്ലിംഗ് ആസ്പെക്റ്റ് ഇത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളൊന്ന് വായിച്ചാൽ മതി, ഈ സ്പെസിഫിക് ആയിട്ടുള്ള പോയിൻറ്റ്സ്. ഇത് ലൈക്ക് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് വേറെ സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ആ സ്പെസിഫിക് പോയിൻറ്റ്സ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ ഓക്കെ വേ ഫോർവേഡ്. വാട്ട് ക്യാൻ വി റൈറ്റ് ആസ് വേ ഫോർവേഡ്? സോ ഓൾറെഡി നമുക്കൊരു സെമികണ്ടക്ടർ മിഷൻ ഉണ്ട്, അപ്പോൾ ഇനിയൊരു മിഷൻ ഉണ്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. സോ അതിനെ എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളത് നമുക്ക് എഴുതാം. ഓക്കെ, സോ one they're saying is start where the demand is sticky, അതായത് where demand is robust, അത് ആ ഡിമാൻഡ് മാറില്ല, അങ്ങനത്തെ സ്ഥലങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്ത ഒരു സാധനമാണ് നമ്മൾ മൊബൈൽ മാനുഫാക്ചറിങ് ഇന്ത്യയിലേക്ക് ഫുള്ളി ഇൻഡിജിനസ് ആക്കി. 99% ഓഫ് മൊബൈൽ ഫോൺസ് ആർ നൗ മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ. അപ്പോൾ അതുപോലെ റോബസ്റ്റ് ഡിമാൻഡ് വരുന്ന ഏരിയാസ്, ഫോർ എക്സാമ്പിൾ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ്, അതിങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓട്ടോമൊബൈൽസിന് വേണ്ടിയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സ് നമ്മളിവിടെ ഇൻ ഹൗസ് മാനുഫാക്ചർ ചെയ്യുക. അപ്പോൾ റോബസ്റ്റ് ഡിമാൻഡിന് വേണ്ടി ഉള്ള സ്ഥലങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു എക്സാമ്പിൾ കൊടുക്കുക. പിന്നെ ലോക്കലൈസ് ക്രിട്ടിക്കൽ ഇൻപുട്സ്, ഡീപ് ടെക് പാർട്ട്ണർഷിപ്സ്. പിന്നെ another thing that you can say is create forward and backward linkages, for example with MSMEs. അപ്പോൾ you can now as a next India Semiconductor Mission 2.0 ആയിട്ട് നമുക്ക് ചെറിയ കമ്പനീസിലേക്ക് ഫോക്കസ് ചെയ്യാം. സോ ദാറ്റ്
അവിടെ ഒരുപാട് R&D കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവിടുന്ന് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുക. സോ MSMEസും ഡെവലപ്പ് ആവും, അതിൻ്റെ കൂടെ തന്നെ ഈ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ലിങ്കേജസും ഇമ്പ്രൂവ് ചെയ്യും. അപ്പം ഐഡിയ കിട്ടിയോ പറഞ്ഞത്? ഓക്കെ. പിന്നെ ഡീപ് ടെക് പാർട്ട്ണർഷിപ്സ്, സ്കില്ലിംഗ് അറ്റ് സെയിൽ, പ്രിഡിക്റ്റബിൾ പോളിസി. പിന്നെ യു ക്യാൻ ഓൾസോ ബ്രിങ് ഇൻ ദി എലമെൻറ്റ് ഓഫ് AI. അതായത് AI യൂസ് ചെയ്തിട്ട് ഈ ഡിസൈനും അതുപോലെ മാനുഫാക്ചറിങ് ഒപ്റ്റിമൈസേഷനൊക്കെ ഫാസ്റ്റർ ആക്കുക എന്നുള്ളൊരു സംഭവം കൊണ്ടുവരാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ കൺട്രീസ് ആയിട്ട് പാർട്ട്ണർഷിപ്പ്, ദാറ്റ് ക്യാൻ ഓൾസോ ഹെൽപ്പ്. ഓക്കെ, ബോത്ത് ഫോർ റിസോഴ്സസ് ഫോർ ദി ഇൻപുട്സ് ഇൻ ടു സെമികണ്ടക്ടർ മാനുഫാക്ചറിങ് ആസ് വെൽ ആസ് ഫോർ ഡിസൈൻ. ഓക്കെ, അപ്പോൾ പുതിയ ഡിസൈൻസ്, R&D അതിനൊക്കെ നമുക്ക് വേറെ കൺട്രീസായിട്ട് കൊളാബറേറ്റ് ചെയ്യാം. പിന്നെ അനദർ എക്സാമ്പിൾ ദാറ്റ് വി ക്യാൻ ഗിവ് ഇസ് ലൈക്ക് ഇൻ്റർ യൂണിവേഴ്സിറ്റി കൊളാബറേഷൻ. ഇപ്പോൾ പുറത്തുള്ള യൂണിവേഴ്സിറ്റീസ് ഹു ആർ ഡൂയിങ് ഡിസൈൻ, ഇപ്പോൾ MIT ഹാസ് എൻ AI റിസർച്ച് ലാബ്, അതുപോലെ MIT ഹാസ് എ സെമികണ്ടക്ടർ റിസർച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ Intel ഇസ് എ കമ്പനി ദാറ്റ് ഗോസ് ഡീപ്പ് ഇൻ ടു ഈ സെമികണ്ടക്ടർ മാനുഫാക്ചറിങ്. അപ്പോൾ ഇങ്ങനത്തെ അവരുടെ റിസർച്ച് ലാബ്സ് ആയിട്ട് കൊളാബറേഷൻ ചെയ്യാന്നുള്ളൊരു സംഭവം വേണമെങ്കിൽ പറയാം. ഓക്കെ, okay, so I think that's it. Conclusion എന്താ എഴുതിയ? വികസിത് ഭാരത്, ഡിജിറ്റൽ ഇന്ത്യ, പിന്നെ വേറെന്താ? അങ്ങനത്തെ എന്തെങ്കിലും കൺക്ലൂഷൻസ്. ഐ വിൽ ട്രൈ ടു സീ നാളെ ബെറ്റർ കൺക്ലൂഷൻസ് എവിടെയെങ്കിലും കിട്ടുമെന്ന്. ഇപ്പോൾ എല്ലാത്തിനും നമ്മൾ ഒരേ കൺക്ലൂഷൻസ് അല്ല, അത് മാറ്റാൻ പറ്റുക നല്ലതായിരിക്കും. ഇപ്പോൾ എല്ലാവരും ഇതൊക്കെ തന്നെ ആയിരിക്കും എഴുതുന്നത്. സോ യു നീഡ് ടു നൗ കം അപ്പ് വിത്ത് ന്യൂ കൺക്ലൂഷൻസ്. ഓക്കെ, ക്ലിയർ? സോ ദാറ്റ് ഈസ് ദ ഹോൾ തിങ്. കീ അയക്കുമ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി കീ നോക്കുക, എന്നിട്ട് അത് നിങ്ങളുടെ നോട്ടിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ തിങ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആൻസർ റൈറ്റിങ്ങിൻ്റെ കാര്യം. ടുമോറോ ട്രൈ ടു കം അപ്പ് വിത്ത് സം ഫിക്സ്ഡ് ഇൻട്രൊഡക്ഷൻസ്. ഓക്കെ, അപ്പോൾ നാളത്തെ ടോപ്പിക് എനിക്കൊന്ന് നാളെ ബയോടെക്കാണ്. ഓക്കെ, അപ്പോൾ ബയോടെക്കിന് കുറേ ഡൈവേഴ്സ് ഏരിയാസ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് നിങ്ങൾ കുറച്ച് ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻസ് ഒന്ന് പഠിച്ചിട്ട് വരാം. ആൻഡ് ഓൾസോ സീ ഇഫ് യു ക്യാൻ ഫൈൻഡ് സം ഗുഡ് കൺക്ലൂഷൻസ് ഓൾസോ, സംതിങ് ഡിഫറെൻറ്റ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. All right. Okay then. Thank you.